له أعلى العلا متبوأوا أقيما مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ بمبعاثه كل النبيين بشرت فما مرسل إلا له كان يخطب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സമാദരണീയരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബ് മാസത്തിൽ നല്ല സമയത്ത് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷമൊക്കെ സംഘടിപ്പിച്ചതുപോലെ ബഹുമാന്യരായ പേരോട് ഉസ്താദിൻ്റെ വഅളാണ് ലക്ഷ്യമാക്കിയിരുന്നത്. ഒരു 2 ദിവസം ചെറിയൊരു മാറ്റം എന്ന് മാത്രം. നാളെ മുതൽ ഉസ്താദിൻ്റെ നസീഹത്ത് തന്നെ ലഭിക്കും. അവർക്കും നമ്മുടെ മുഴുവൻ ഉസ്താദുമാർ സാദാത്തുക്കൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സദാസമയത്തും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന നമ്മുടെ ഉലമാഇന് എല്ലായ്പ്പോഴും നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരണം. നമ്മുടെ ഉസ്താദുമാർ അവർ വിശ്രമിക്കാൻ കിട്ടുന്ന ഒരല്പസമയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഇന്നലെ ബഹുമാന്യരായ പേരോട് ഉസ്താദ് ട്രെയിൻ യാത്രയിൽ കുറഞ്ഞ നേരം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞാൽ ഇറങ്ങാനാകും. അതിനിടയ്ക്കൊരു ചെറിയ വിശ്രമം. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, തലശ്ശേരിക്കാർ ഉസ്താദിൻ്റെ വഅളാണ് 5 ദിവസം ആഗ്രഹിച്ചിരുന്നത്, അത് 2 ദിവസം കുറഞ്ഞു പോയി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ആകുന്നില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് കേട്ടപ്പോൾ നമുക്ക് വലിയൊരു സങ്കടം. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അവരാണ് നമ്മുടെ അവലംബം. പരിശുദ്ധ ദീൻ എല്ലായിടങ്ങളിലും എല്ലാ സമയത്തും ഒന്നും പ്രശ്നമാക്കാതെ വിഷയമാക്കാതെ അള്ളാഹുവിൻ്റെ ദീൻ തുറന്നു പറയുന്നതിന് അക്ഷീണം യത്നിക്കുന്ന പരിശ്രമിക്കുന്ന ആ മഹാരഥന്മാർ, അവരുടെ ആഫിയത്ത് അത് നമ്മുടെ മുഖ്യ വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യണം. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമ് പഠിച്ച് ദീന് ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ നിസ്കാരത്തിലും അവിടുത്തെ ഗുരുനാഥർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നത്. വേറൊന്നുകൊണ്ടുമല്ല, ബുഖാരി ഇമാമിൻ്റെ ഉസ്താദാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഞാൻ ഒരു നിസ്കാരവും നിസ്കരിച്ചിട്ടില്ല, എല്ലാ നിസ്കാരത്തിലും എൻ്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തിട്ടല്ലാതെ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് എന്താ ലഭിച്ചത്? ഇൽമാ ലഭിച്ചത്. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് കാര്യമായും ലഭിച്ചത് അള്ളാഹുവിൻ്റെ ദീനാണ് അവർ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദുആയിൽ, നിസ്കാരാനന്തരമുള്ള ദുആയിലും മറ്റുമൊക്കെ ഉൾപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വിഭാഗം ആളുകളാണ് സ്വാലിഹീങ്ങൾ എന്ന പേരിൽ അള്ളാഹു വിശേഷിപ്പിച്ചത്. ഒരു മുസ്ലിം സ്വാലിഹായി തീരാൻ പ്രധാനമായും 2 കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കണമെന്ന് ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താനിൽ സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്ത് ഒരാൾ സ്വാലിഹാകുന്നത് എപ്പോൾ, ആണ് പെണ്ണ്, സ്വാലിഹായി തീരാൻ എന്ത് ചെയ്യണം? സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടണം. അംബിയായിനെ സംബന്ധിച്ചൊക്കെ അല്ലാഹു തആല വിശേഷിപ്പിച്ചൊരു വിശേഷണമാണ്
ഇന്നഹും മിനസ് സ്വാലിഹീൻ. ഖുർആനിൽ കാണാം ഇന്നഹും മിനസ് സ്വാലിഹീൻ. നബിമാരെ പറ്റി മഹാന്മാരെ പറ്റിയൊക്കെ അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിച്ച് കഠിനാധ്വാനം ചെയ്ത് ആർജിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ്, ഒരു വിശേഷണമാണ്. അള്ളാഹുവിന്റെ മഹൽ ഫളലായി അള്ളാഹു തആല നൽകുന്ന ഒരു കാര്യമായി കണക്ക് കൂട്ടിയിരിക്കരുത് എന്നർത്ഥം. സ്വാലിഹായി തീരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ഉണ്ടാകണമോ അതൊക്കെ വേണം. ഒരാൾ സ്വാലിഹാകണമെങ്കിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, പ്രധാനമായും ഒന്ന്, അവൻ അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവനാകണം. അള്ളാഹുവിനോടുള്ള ഹക്ക്, ബാധ്യത നിർവഹിക്കാതെ ഒരാൾക്കും സ്വാലിഹാകാൻ കഴിയില്ല. അള്ളാഹുവിനോടുള്ള ഹക്ക് അത് ഏതെങ്കിലും ഒരു ഭാഗം ഇനിയും പൂരിപ്പിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അത് പൂരിപ്പിക്കണം. നിറവേറ്റാൻ ബാധ്യതയായി കിടപ്പുണ്ടെങ്കിൽ അത് നിറവേറ്റണം. അള്ളാഹുവിന്റെ ഹക്ക് അതൊരു ചെറിയ ഹക്കായി കണക്കാക്കിയാൽ പോരെ. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സ്വത്ത് ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അവന്റെ ഹക്ക് ആദ്യം പരിശോധിക്കണം. നിർവഹിക്കാനുള്ള കടപ്പാട് അത് രണ്ട് തരത്തിലുണ്ട്. അള്ളാഹുവിനോടുള്ള ഹക്കുണ്ട്, മനുഷ്യന്മാരോടുള്ള ഹക്കുണ്ട്. രണ്ടും വീട്ടിയ ശേഷമാകണം അനന്തരാവകാശികൾ ഓഹരി ഭാഗം സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ആ ബാധ്യത അവിടെ അങ്ങനെ തന്നെ കിടക്കും. രണ്ടും എളുപ്പത്തിൽ വീട്ടേണ്ടത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഹക്കും മുന്തിക്കണം, ശേഷം ജനങ്ങളോടുള്ള ബാധ്യതയും വീട്ടണം. അള്ളാഹുവിനോടുള്ള കടപ്പാടിൽ പ്രധാനമായും ഒരാൾ മരണപ്പെടുമ്പോഴും ജീവിതകാലത്തും നിർവഹിക്കേണ്ട നിർബന്ധ ബാധ്യതകൾ ബാക്കി വച്ചത് അത് പരിഹരിക്കാൻ കഴിയണം. സഹോദരന്മാരെ, അള്ളാഹുവിനെ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരം ഏതെങ്കിലും ഒന്ന് ബാക്കി വെച്ച് ഇപ്പൊ നമ്മളുള്ളതൊക്കെ അങ്ങനെ നിർവഹിക്കുന്നുണ്ട്, പെരടിയിൽ ബാക്കിയുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായി അത് നമ്മൾ പൂർത്തീകരിക്കും. എന്നാലേ സ്വാലിഹീങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയൂ. അള്ളാഹുവിനോടുള്ള ഹക്ക് ഒരു ഭാഗത്ത് അങ്ങനെ കുമിഞ്ഞുകൂടി ബാക്കിയായി സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ആഗ്രഹിച്ചാലും മാത്രം പോരാ. അതിനുവേണ്ടി ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തിൽ നിന്ന് വേണം. മുക്കല്ലഫായതിനു ശേഷം, പ്രായപൂർത്തി എത്തിയതിനു ശേഷം നഷ്ടപ്പെട്ട നിസ്കാരങ്ങളുടെ കണക്ക് ഏതെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ റമളാനാകാൻ വേണ്ടി കാത്തിരിക്കണ്ട. ചിലർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. റമളാനാകുമ്പോൾ നിസ്കാരം കുറെ ഫർള് ബാക്കിയുണ്ട്, അതുകൊണ്ട് തറാവീഹ് പറ്റോ ഇല്ലേ എന്നൊരു ചോദ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ പിന്നെ തറാവീഹ് കൂടി നിസ്കരിക്കണ്ടല്ലോ, ഒരു ചോദ്യമായിട്ട് വരും. അത് തറാവീഹുമായി മാത്രം ബന്ധിക്കുന്ന ഒരു വിഷയവും അല്ല, ഇപ്പോഴും നിർവഹിക്കേണ്ടതാണ്. അവനവന്റെ ജോലിക്കും ആരോഗ്യത്തിന് വേണ്ട ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം ഒഴിവാക്കി ബാക്കിയുള്ള മിക്ക സമയങ്ങളും അതിനുവേണ്ടി ചെലവഴിക്കൽ നിർബന്ധമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് പഠിപ്പിച്ചത്. വയൽസമുഹു സർഫു ജമീഇ സമനിഹി, സമയം മുഴുവനും അവൻ തിരിക്കണം നിസ്കാരം വീട്ടുന്നതിന് വേണ്ടി. ജോലിക്കും ഭക്ഷണത്തിനും ഉറക്കത്തിനും വിശ്രമത്തിനും വേണ്ട സമയം മാറ്റിവെച്ച് ബാക്കി മുഴു സമയങ്ങളും അതിനുവേണ്ടി തിരിക്കണം. കാരണം അത് ചെറിയ ഒരു കാര്യമായി കണക്ക് കൂട്ടരുത്. മക്കളോട് ഉമ്മമാര് പറയണം, പ്രായപൂർത്തി എത്തിയതിനു ശേഷം മോനെ ഒരൊറ്റ നിസ്കാരവും ഒഴിവാക്കി പോകരുത്. അങ്ങനെ ഓരോ നിസ്കാരവും ഓരോ ദിവസം അങ്ങനെ പെരടിയിൽ വന്നാൽ ഭാവിയിൽ അത് വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഒരുപാടുണ്ടാകും. ഖളാ വീട്ടട്ടെ എന്ന് കരുതിയിട്ടൊന്ന് ശ്രമം നടത്തി നോക്കും. ഇതൊക്കെ കൂടി വീട്ടാൻ കഴിയൂല, അള്ളാഹു മാപ്പാക്കി തന്നോളും എന്ന് കരുതിയിട്ട് ഒരു ഭാഗത്തത് ബാക്കി വെക്കും. സഹോദരങ്ങളെ, നിസ്കാരം ഖളാ ആയി തീരുന്നു എന്ന് പറയുന്നത് അത് ഒരു ചെറിയ വിഷയമായി കണക്ക് കൂട്ടരുത്, വലിയൊരു സംഗതിയാണ്. വൻകുറ്റമായി നമ്മൾ എണ്ണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ അത്. വൻകുറ്റങ്ങളിൽ പെട്ടതാണല്ലോ കാര്യകാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക എന്ന് പറയുന്നത്. വ്യഭിചരിക്കും പോലെ, മദ്യപിക്കും പോലെ, മാതാപിതാക്കളെ വെറുപ്പിക്കും പോലെ, പലിശ ഭക്ഷിക്കും പോലെ, കൈക്കൂലി കൊടുക്കും പോലെ, വാങ്ങും പോലെ എണ്ണേണ്ട വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു വൻകുറ്റമാണിത്. ഞാൻ അങ്ങനെ എണ്ണിയെന്നല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്. വൻകുറ്റങ്ങളൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാർ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ആ വിഷയത്തിൽ ഒരു പ്രത്യേകം കിതാബ് എഴുതിയ മഹാനാണ്. ഇമാം ഹാഫിദു സുബ്കി ആ വിഷയം പ്രത്യേകം വിശദീകരിച്ച മഹാനാണ്. എല്ലാ പണ്ഡിതന്മാരും ആ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയൊരു വിഷയമാണിത്.
ഒരു ചെറിയ സംഗതിയായി കണക്കുകൂട്ടേണ്ട ഒന്നല്ല. ഒരു ദിവസം മദ്യപിക്കുന്നതും നിസ്കാരം ഖളാക്കുന്നതും രണ്ടും വൻകുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നുകൂടി കൂടുതൽ ഡേഞ്ചറായി മഹാന്മാർ വിലയിരുത്തുന്നത് നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കുന്നതല്ലേ. അതിന് നിശ്ചയിച്ച കാരണങ്ങൾ രണ്ട് കാരണങ്ങളാണ് അല്ലാഹു തആല ശിക്ഷിക്കാത്ത കാരണങ്ങൾ. ഒന്ന് ഉറക്കം, അത് അനിയന്ത്രിതമായ ഉറക്കത്തെ പറ്റിയാണ്. എന്നും ഉറങ്ങി എഴുന്നേറ്റ് നിസ്കാരം ഖളാക്കുന്നവനെ പറ്റിയല്ല. നിസ്കാരം നിസ്കരിക്കുന്ന ആള് തന്നെയാണ്, പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം അങ്ങനെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റവൻ നിസ്കരിച്ചാൽ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കില്ല. ആ വിഷയം പഠിപ്പിക്കാൻ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിസ്കാരം അല്ലാഹു തആല അങ്ങനെ നിയമം പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ സ്വഹാബിമാരും എല്ലാവരും ഉണ്ട്. മദീനയിലേക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഈ മലഞ്ചെരിവിൽ വിശ്രമിച്ച് നമുക്ക് നാളെ പോകാം. എല്ലാവരും അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ചെറിയ ടെന്റ് ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗകര്യം ചെയ്തു. നല്ല ഒരു ഭാഗം നോക്കിയിട്ട് അവിടുന്ന് ചോദിച്ചു, ആരാണ് കാവൽ നിൽക്കുക? കാവൽ നിൽക്കുക ആരാണ് എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കാവൽ നിൽക്കാം. എല്ലാവരെയും വിളിക്കാൻ വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിക്കാമെന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം മറ്റു സ്വഹാബിമാരെല്ലാവരും ഉറക്കിലേക്ക് വീണു. ഉറക്കം തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു കുറച്ചു നേരം നിസ്കാരവും ഔറാദുകളുമായി കഴിഞ്ഞു. മഹാനവർകൾക്ക് തോന്നി ഒരല്പം ഒന്ന് കിടന്നിട്ട് കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കാമെന്ന് തോന്നി. എന്നിട്ട് ചെറിയൊരു വിശ്രമം എന്ന നിലക്കൊരു ഭാഗത്തങ്ങ് കിടന്നു. ആ കിടന്ന കിടത്തം പിന്നെ വിളിക്കുന്നത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സൂര്യൻ ഉദിച്ചിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. കാവൽ നിർത്തിയ ആളെവിടെ നോക്കുമ്പോ കാവൽ നിർത്തിയ ആൾ ഒരു ഭാഗത്ത് ഉറങ്ങുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടി വിളിച്ചു, അല്ല, നിങ്ങളല്ലേ കാവൽ നിർത്തിയത്? എന്നിട്ട് നിങ്ങളാണോ ഉറക്കിലേക്ക് തൂങ്ങിയത്? അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിക്കാമെന്ന് കരുതി. ഇത്ര നേരമാകുമെന്നൊരു നിലക്കും വിചാരിച്ചില്ല. സ്വഹാബത്തിന്റെ മുഖത്ത് മുഴുവനും ഒരു സങ്കടം വന്നതുപോലെ ഒരു സുബഹിന്റെ സമയം സൂര്യൻ ഉദിക്കുന്നത് വരെയായി പോയല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, നമുക്ക് നിസ്കാരം നിർവഹിക്കാം, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ ശൈത്താന്റെ ശർറ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് കാവൽ നിർത്തിയ ആള് വരെ ഉറക്കത്തിലേക്ക് വീണുപോയത്. സുബഹി തീരെ നിസ്കരിക്കാത്ത വീടോ ശൈത്താന്റെ വലിയ കേന്ദ്രമാണ് എന്നർത്ഥം. ഒരൊറ്റെണ്ണം നിസ്കരിച്ചില്ലെങ്കിൽ ശൈത്താന്മാരെ ഏതെങ്കിലും ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയാൽ മതി. ഏറ്റവും കൂടുതൽ സ്വാധീനം ആ വീട്ടിലായിരിക്കും. ഇവിടെ ശൈത്താന് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇവിടെ വെച്ച് നമുക്ക് ഖളാ വീട്ടണ്ട, നമുക്ക് യാത്ര തുടരാം. കുറച്ചു നേരം യാത്ര തുടർന്ന് മറ്റൊരു പ്രദേശത്തെത്തിയപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ നിന്ന് ഇറങ്ങി എല്ലാവരോടും സ്വഫായി നിൽക്കാൻ പറഞ്ഞു. നിസ്കാരം ഖളാ വീട്ടി. ഇങ്ങനെ ജീവിതത്തിൽ എത്ര സംഭവിച്ചു. ഒന്ന്, എന്തിനാണത്? തശ്രീഇന് വേണ്ടിയാണ്. ഈ ഖളാഇന്റെ നിയമമായി പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഒന്നില്ല, ഒരു പ്രാവശ്യമാണ് അങ്ങനെ സംഭവിച്ചത്. ഉറക്കം കൊണ്ട് ഖളാആയ നിയമം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തൊരു വിഷയമാണത്. അപ്പോഴാ തങ്ങൾ പറഞ്ഞത്, ഉറക്കം കൊണ്ടോ നിസ്യാന് കൊണ്ടോ മറതി കൊണ്ടോ നിസ്കാരം ഖളായി പോയത് വീട്ടിയാൽ മതി. അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. സാധാരണ നിലക്ക് പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊന്നും കാരണങ്ങളായി ദീൻ പരിഗണിക്കുന്നില്ല. സാധാരണ പലരും പറയും മരണം, ജനനം, പിന്നെയോ കല്യാണം, സൽക്കാരം, ജോലി, പഠനം, അധ്യാപനം, യാത്ര, ഈ രൂപത്തിലുള്ളതൊന്നും കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്നില്ല. കാരണങ്ങളായി പരിഗണിക്കപ്പെടുന്ന കാരണങ്ങൾക്ക് വേണ്ടി ഖളാ ആയത് നിർവഹിച്ചാൽ മതി, അതിന്റെ പേരിൽ കുറ്റമില്ല. അതേ സമയത്ത് അല്ലാതെ ഖളാ ആയ നിസ്കാരങ്ങൾ വീട്ടിയാൽ മാത്രം പോരാ, പിന്തിച്ചതിന് തൗബ വേറെ തന്നെ ചെയ്യണം. റബ്ബേ, ഒരു വക്ത് നിസ്കാരം ഞാൻ പിന്തിച്ചു പോയി, നീ എനിക്കത് മാപ്പാക്കണേ അല്ലാ. മാപ്പ് പറയണം, അള്ളാഹുവിനോട് തൗബ ചെയ്യണം, പിന്നീട് ആവർത്തിക്കില്ല എന്ന് അള്ളാഹുവിനോട് നിശ്ചയപ്പെടുത്തണം. അള്ളാഹുവുമായുള്ള ഹക്ക് വിട്ടിയെങ്കിലേ ഒരാൾ സ്വാലിഹാകൂ. അല്ലാതെ ഒരു നിലക്കും സ്വാലിഹായി പരിഗണിക്കാൻ കഴിയില്ല. പടച്ച റബ്ബുമായിട്ടുള്ള ഹക്ക്, നിസ്കാരം എന്ന് പറയുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ്. അതിനാണ് ഏറ്റവും വലിയ മുൻഗണന, ഏറ്റവും വലിയ പരിഗണനയും അതിനാണ്. നന്നായി പരിഗണിക്കേണ്ട വിഷയവും അതാണ്. നിസ്കാരം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ മഹാന്മാരുടെ മനസ്സിലൊക്കെ വരുന്ന സങ്കടം നോക്ക് നിങ്ങൾ. എത്രമാത്രമാണ് നിസ്കാരവുമായി അവർക്കുള്ള ബന്ധം. കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു? സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രഗൽഭനായ ഒരു സ്വഹാബിയല്ലേ മുആവിയ റളിയല്ലാഹു അൻഹു? മഹാനവർകൾ സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കാൻ മദീന പള്ളിയിലേക്ക് വരുന്നു.
മദീന പള്ളിയിലെത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റക്അത്ത് നിസ്കരിച്ച് രണ്ടാം റക്അത്തിൽ എത്തിയിട്ടുണ്ട്. രണ്ടാം റക്അത്തിൽ എത്തിയിട്ട് ജമാഅത്ത് ലഭിച്ചു. അവ്വൽ വക്തിൽ തന്നെ നിസ്കാരം കിട്ടി, ജമാഅത്തിൽ തന്നെ കിട്ടി. പക്ഷേ ഒരൊറ്റ റക്അത്ത് പിന്തിപ്പോയതിന് മഹാനവറുകൾ ഒരുപാട് സങ്കടപ്പെട്ടു പോയി, മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. എനിക്ക് 2 റക്അത്തും ജമാഅത്തായി കിട്ടേണ്ടതിന് പകരം ഒരു റക്അത്ത് ഞാൻ പിന്തിപ്പോയല്ലോ അല്ലാഹ്. നിസ്കാരം നഷ്ടമായിട്ടില്ല, അവ്വൽ വക്തിൽ നിന്ന് പിന്തിയിട്ടില്ല, ജമാഅത്ത് കിട്ടാതെ നിന്നിട്ടില്ല. ഒരു റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ തന്നെ ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്. അവ്വൽ വക്തിൽ തന്നെ നിസ്കാരവും കിട്ടിയിട്ടുണ്ട്. മദീന പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിച്ചിട്ടുമുണ്ട്. ഒരൊറ്റ റക്അത്ത് പിന്തിയപ്പോൾ മനസ്സിൽ വല്ലാത്ത സങ്കടവും വേദനയും വന്നു. ആ സങ്കടം അങ്ങനെ വർദ്ധിച്ചു വന്നു. പിറ്റത്തെ ദിവസം സുബിയാകുമ്പോഴേക്ക് മഹാനവറുകളെ നേരത്തെ തലേ ദിവസം എഴുന്നേറ്റതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റു. നമ്മെ പോലെയല്ലല്ലോ സ്വഹാബിമാര് സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തുന്നത്. സുബഹിന്റെ ജമാഅത്തിന് വാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പാണ് മിക്ക ആളുകളും മദീന പള്ളിയിലെത്തിയിരുന്നത് എന്ന് ഹദീസിൽ കാണാം. എന്തേ കാരണം? സുബഹി ജമാഅത്തിന് വാങ്ക് കൊടുക്കുന്ന മഹാൻ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ആണ്. അവർക്ക് എങ്ങനെ സമയം അറിയും? സ്വഹാബിമാര് മുഴുവനും പറയും അസ്ബഹത, നേരം വെളുത്തു, സുബിയായി. ആ വാക്ക് കേൾക്കുമ്പോ വാങ്ക് കൊടുക്കുന്ന ഉയർന്ന സ്ഥലത്തേക്ക് അങ്ങ് കയറി നിന്ന് ഒരൊറ്റ വാങ്ക് വിളി നടത്തും. അപ്പൊ സുബഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ മിക്ക സ്വഹാബിമാരും പള്ളിയിലെത്തിയിരുന്നു. സുബഹി വാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ താമസം ഒരു 2 റക്അത്ത് സുന്നത്തിന് മാത്രമാണ്. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കാത്തു നിൽക്കുന്നില്ല. വേഗം വന്ന് ചോദിക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇഖാമത്ത് കൊടുക്കുകയല്ലേ? സമ്മതം കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു. നമ്മുടെ നാട്ടിന്റെ അവസ്ഥ അനുസരിച്ച് അരമണിക്കൂർ വരെ ജനങ്ങളെ കാത്തു പിന്തിപ്പിക്കുന്ന സ്ഥലമുണ്ട്. സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് വലിയൊരു മസ്ഊലിയത്താണ്, നമുക്ക് ചോദ്യചിഹ്നമാണ്. നമ്മെ കാത്തിട്ടാണ് അത്രയും സമയം കാത്തിരിക്കുന്നത്. പള്ളിയിൽ ഇമാമും മുഅദ്ദിനും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ജമാഅത്ത് നടത്താൻ പറ്റിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, ബാക്കിയുള്ളവർ കൂടി വന്നോട്ടെ എന്ന് കരുതിയിട്ടല്ലേ അത്രയും സമയം കാത്തിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ജമാഅത്ത് ഒരൊറ്റ റക്അത്ത് പോലും കുറഞ്ഞു പോകരുത് എന്ന് ചിന്തിച്ചിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുന്നത് കൂടുതൽ നേരത്തെയാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിന്റെ ഉള്ളിൽ മഹാനവറുകൾ ഒരു ദീർഘദൂരയാത്ര നടത്തി തിരിച്ചു വരുമ്പോ മഹാനവറുകളുടെ മനസ്സിലൊരു ചിന്ത, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോയാൽ മുമ്പ് എനിക്ക് ഒരു റക്അത്ത് മസ്ബൂഖായിട്ട് സുബഹിന്റെ ജമാഅത്ത് ഒരു റക്അത്തിലാണ് കിട്ടിയത്. ഇന്ന് ഞാൻ പോയി കിടന്ന് ക്ഷീണം കാരണം നന്നായി ഉറങ്ങിയിട്ട് ജമാഅത്ത് നഷ്ടമായാലോ? എനിക്കത് സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ എത്തുന്നത്, നേരെ വന്ന് പങ്കെടുക്കുന്നത് അവസാനം ഇരിക്കുന്ന അത്തഹിയാത്തിലായാലോ? 2 റക്അത്തും ഞാൻ മസ്ബൂഖായി പോകൂലേ? അതുകൊണ്ട് ഇന്ന് വീട്ടിലേക്ക് പോകണ്ട, മദീന പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്ന ഒരിടത്ത് മരുഭൂമിയിൽ പതുക്കെ ഒരു മുണ്ടും വിരിച്ച് അവിടെ ഒന്ന് ഉറങ്ങാലോ എന്ന് കരുതിയിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വാങ്ക് കൊടുത്താൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് മരുഭൂമിയിൽ തന്നെ ചെറിയൊരു വിരിപ്പ് വിരിച്ച് മഹാനവറുകൾ ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങി ഒരല്പനേരം കഴിഞ്ഞപ്പോഴതാ അല്ലാഹു അക്ബർ തക്ബീർ ധ്വനി കേൾക്കുന്നു. ബാങ്ക് വിളിച്ചു പോയോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. നോക്കുന്ന സമയത്ത് ഫജ്ർ സ്വാദിഖുമായിട്ടില്ല, ഫജ്ർ കാദിബും ആയിട്ടില്ല. ഒന്നാമത്തെ ബാങ്ക് കൊടുക്കുന്ന നേരം തന്നെ ആയിട്ടില്ലല്ലോ. മഹാനവറുകൾ ചുറ്റും ഇങ്ങനെ നോക്കി. സാധാരണ ചുറ്റും നോക്കിയാൽ കാണും ഫജ്ർ സ്വാദിഖിന്റെ മുമ്പ് ഒരു ഫജ്ർ കാദിബ്, ആ പ്രകാശം ആയിട്ടില്ലല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹു തഹജ്ജുദിന്റെ ബാങ്ക് കൊടുക്കും, ആ ബാങ്ക് കൊടുക്കുന്ന നേരം ആയിട്ടില്ലല്ലോ. പിന്നെ ഇപ്പാരാ ബാങ്ക് കൊടുത്ത്? ഇബ്ലീസ് എങ്ങാനും ബാങ്ക് കൊടുത്തോ എന്ന് ചിന്തിച്ചു പോയി. ശൈത്താനെങ്ങാനും വന്നു. ശൈത്താൻ പിന്നെ ബാങ്ക് കൊടുക്കുമെന്നാ പിന്നെ അടുത്ത സംശയം വന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിളി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിളി, ഒരു അശരീർ ഇങ്ങനെ. മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാണ്? നിങ്ങൾ സംശയിച്ച ആളെന്നെ, ഞാൻ ഇബ്ലീസ് തന്നെ. ബാങ്ക് കൊടുത്ത് നിങ്ങളാണോ? അതെ, ബാങ്ക് കൊടുത്തു ഞാൻ തന്നെ. എന്തിനാ ബാങ്ക് കൊടുത്തു എന്ന് വെച്ചു. ബാങ്ക് കൊടുത്ത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ദൂരെ യാത്ര കഴിഞ്ഞ് ക്ഷീണം ബാധിച്ച് വന്ന് കിടക്കുകയാണ്. മദീന പള്ളിയിലെ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ എഴുന്നേൽക്കൂല. കാരണം നിങ്ങളുടെ ശരീരത്തിന് ക്ഷീണമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുന്നവർ പക്ഷേ ജമാഅത്തിന്റെ അവസാനത്തിലായിരിക്കും എത്തുക. ഒരു റക്അത്ത് നിങ്ങൾക്ക് പിന്തിയതിന്റെ സങ്കടം മനസ്സിലിങ്ങനെ ഇരട്ടി വർദ്ധിച്ചു വന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സ്ഥാനം അത് നോക്കി കണ്ടിട്ട് വല്ലാത്ത ഇടങ്ങേറുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇന്ന് 2 റക്അത്തും പിന്തി പോകേണ്ട, നേരത്തെ തന്നെ പള്ളിയിൽ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ബാങ്ക് കൊടുത്താന്ന് പറഞ്ഞു.
സുബഹി ജമാഅത്തിന് നേരത്തെ തന്നെ എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബാങ്ക് വിളിച്ച് ഞാൻ ജമാഅത്തിന് പോയ ആ കൂലി മഹത്വല്ലേ ഉണ്ടാകാം. പക്ഷെ ജമാഅത്ത് പോയതിനേക്കാളും ജമാഅത്തിന് നിങ്ങൾ സംബന്ധിച്ചതിനേക്കാളും മഹത്വം നിങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ ദിവസം ഒരു റക്അത്ത് മസ്ബൂഖായതിന്റെ പേരിൽ നിങ്ങളെ മനസ്സിൽ വന്ന സങ്കടം, അത് ചെറിയ സങ്കടമൊന്നുമല്ല. ഒരു ജമാഅത്ത് മൊത്തം കഴിഞ്ഞു പോയതിന്റെ പേരിലല്ലേ ഉമർ റളിയല്ലാഹു അൻഹു തോട്ടം മൊത്തം സ്വതക്ക ചെയ്തത്. തോട്ടത്തിലൊന്നിങ്ങനെ കയറി നോക്കിയതാണ് പള്ളിയിലേക്ക് വരുമ്പോൾ. ഒരു കാരക്കത്തോട്ടത്തിൽ ഒന്നിങ്ങനെ കയറി ഒന്നിങ്ങനെ നോക്കിയതാണ് ചുറ്റുഭാഗം എങ്ങനെ ഉണ്ട്. തോട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ജമാഅത്ത് കഴിഞ്ഞു പോയി. സങ്കടം സഹിക്കായിട്ട് മഹാനവർകൾ അപ്പൊ തന്നെ പറഞ്ഞു, ഹാദിഹി സ്വദഖത്തുൻ അലാ മസാക്കീനിൽ മദീന. നീ നാളെ ഇതിൽ കയറിയിട്ട് നാളെ വേറെ ജമാഅത്തും പോകണ്ടല്ലോ, ഈ തോട്ടം മദീനയിലെ മിസ്കീന്മാർക്ക് സ്വദഖ ചെയ്തു. ജമാഅത്ത് പോയ സങ്കടമുണ്ട്. അപ്പൊ മനസ്സിൽ നിങ്ങൾക്ക് ആ സങ്കടം വന്നതിന് അല്ലാഹു തആല നിങ്ങൾക്ക് തരുന്ന സ്ഥാനം എത്രയെന്നറിയോ? ഇന്ന് ഉറപ്പായിട്ട് നിങ്ങൾ ഒന്നാം ഭാഗം കേൾക്കൂല, രണ്ടാം ഭാഗം കേൾക്കൂല. അതിന് ഉറപ്പാക്കാൻ അത്രയും ക്ഷീണുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്ത് വന്നിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ എണീറ്റ് പള്ളിക്ക് പോയാലും സാധാരണ പോയാൽ കൂലിയല്ലേ കിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത്തെ വാങ്ങും കൊടുത്തിട്ട് നിസ്കാരം തുടങ്ങി 2 റക്അത്തിൽ എത്തുന്നെങ്കിലോ നിങ്ങളെ മനസ്സിന്റെ മിടിപ്പ് കൂടും, സങ്കടം വർദ്ധിക്കും. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ദറജ അത് എനിക്ക് സഹിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, ശൈത്താന് അങ്ങനെ ചില ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ നന്മ കിട്ടണ്ടെന്ന് കരുതിയിട്ട് ചെറിയ നന്മക്ക് സഹായിച്ചതാണ് അവൻ. മുആവിയ റളിയല്ലാഹു അൻഹു ജമാഅത്തിൽ ശ്രദ്ധിച്ചത് കൊണ്ട് മഹാനവർകൾ മരുഭൂമിയിലും മുണ്ടും വിരിച്ച് കിടന്നുറങ്ങിയത് സുബ്ഹിന്റെ ജമാഅത്ത് മിന്നവലി മുതൽ പോകരുത് എന്ന് കരുതിയിട്ടാണ്. എത്രമാത്രം വലിയ സങ്കടമാണ് അവരെ മനസ്സിൽ. ഇബാദത്ത് നഷ്ടപ്പെടുമ്പോൾ അവരെ മനസ്സിൽ വരുന്ന സങ്കടം വേറെ ഒന്ന് ചെയ്തു എന്ന സന്തോഷം കൊണ്ട് ആ സങ്കടം തീരൂല. വേറൊരു വലിയ പ്രതിഫലം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള നിലക്ക് സമാധാനിക്കോ ഇല്ല. അങ്ങനെയാണെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സമാധാനിക്കണ്ടേ? അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ തങ്ങൾ പറഞ്ഞത്, ഇന്നി ലഉൽതി ഹാദിഹി റായത ഗദൻ, എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ പതാക നാളെ ഞാൻ ഒരാൾക്ക് കൊടുക്കും. എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം എന്നറിയോ? യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. ഒരു സാധാരണ വ്യക്തിയല്ല, അല്ലാഹുവിനെയും റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ആളാണ്. അല്ലാഹുവും റസൂലും ഇങ്ങോട്ടും മഹബ്ബത്ത് വെക്കുന്ന ആളാണ്. അപ്പതാകയും പിടിച്ചു പോയിട്ട് നാളെ വിജയം കൊയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. യഫ്തഹില്ലാഹു അലാ യദൈഹി, അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ അല്ലാഹു തആല വിജയം നൽകുകയും ചെയ്യും. സ്വഹാബിമാർ ഉറങ്ങാത്തൊരു രാത്രിയാണത് എന്ന് ഹദീസിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ കാണാം. അന്ന് രാത്രി മുഴുവനും ചർച്ചയാണ്, സുബ്ഹിന്റെ ടൈം വരെ ചർച്ചയാണ്. ആർക്കായിരിക്കും 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 എന്തോ ഒരു ചർച്ച. ആളെ പറഞ്ഞില്ലല്ലോ, വിഷയം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് പോയി. വല്ലാത്ത ചർച്ച തന്നെ. പലരെയും അഭിപ്രായപ്പെടുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരിക്കില്ല, കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ പല വിഷയങ്ങൾക്കും ആവശ്യമുള്ള ആളാണ്. ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വഹാബിമാർക്കിടയിൽ. ഉറക്കമില്ലാത്ത രാത്രികൾ സ്വഹാബിമാർക്ക് പലതും ഉണ്ട്, അത് വേറെ പറയേണ്ടതാണ്, കൂട്ടത്തിൽ ഒന്നാണിത്. വല്ലാത്ത ചർച്ച. സുബ്ഹി നിസ്കാരത്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വന്നു. അപ്പോഴെങ്ങാനും പറയും എന്ന് കരുതിയിട്ട് ഹദീസിൽ കാണാം, വലുപ്പം കുറഞ്ഞ ആൾക്കാർ വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് തല ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. വിളിക്കട്ടെ എന്ന് ഒരാളല്ലേ വിളിക്കുള്ളൂ, ഒറ്റാളെ വിളിക്കുള്ളൂ, രണ്ടാമത്തെ ആളെ വിളിക്കൂലല്ലോ. ഇപ്പതാകെ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നല്ലേ പറഞ്ഞത്, ആ ഒരാൾ ഞാനാകണം 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 എല്ലാവരെയും ആഗ്രഹം. വലുപ്പം കുറഞ്ഞ ആൾക്കാർ വലുപ്പമുള്ളവരുടെ തോളിൽ കൈവച്ചുകൊണ്ട് തല ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്, ഞാൻ ഇല്ലാന്ന് കരുതിയിട്ട് വിളിക്കാതിരിക്കണ്ടെന്ന് കരുതിയിട്ട്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന്റെ നേർക്കൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ എല്ലാവരും മുഖം ഇങ്ങനെ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാനാണ്. വല്ലാത്തൊരു വിശേഷണമാണ് കിട്ടിയിരിക്കുന്നത്. യുഹിബ്ബുല്ലാഹ വറസൂലുഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു വയഫ്തഹില്ലാഹു അലാ യദൈഹി. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും മഹബ്ബത്ത് വെക്കുന്ന, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ഒരാള്, ഒരു വല്ലാത്ത മഹത്വമല്ലേ ആ കിട്ടിയത്, വല്ലാത്തൊരു സ്ഥാനമല്ലേ ആ കൊടുത്തത്. അതിനുവേണ്ടി ആഗ്രഹിച്ചിങ്ങനെ മുഖം കാണിക്കുമ്പോ അവിടുന്ന് ചോദിച്ചു, അയിന അലി ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹു എവിടെയെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ ഹദീസിൽ കാണാം എല്ലാവരുടെ മുഖത്തും വല്ലാത്തൊരു വിഷമം. ചോദ്യം അലി റളിയല്ലാഹുവിലേക്കായി പോയല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു വിഷമം. ആ വിഷമത്തിനും അല്ലാഹു അവർക്ക് കൂലി നൽകുന്നുണ്ട്. അന്നത്തെ രാത്രി ഉറക്കമൊഴിച്ചതിന് വേറെ കൂലിയുണ്ട്. ഞാനാകണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് നിന്നവർക്കൊക്കെ വല്ലാത്ത കൂലിയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ഒരു സഹാബി മുന്നോട്ട് നിന്നിട്ട് പറഞ്ഞു, നബിയെ വഹുവ ഫീ ബൈതിഹി യസ്തകി ഐനൈ, കണ്ണിന് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമത്തിലാണ്.
പള്ളിയിൽ വന്നിട്ടില്ല, അത്രയും വലിയ പ്രയാസമുണ്ട് കണ്ണ് തുറക്കാൻ. ചെങ്കണ്ണ് ബാധിച്ച് തുറക്കാൻ തന്നെ ഒരു കണ്ണ് സാധിക്കാതെ ഒരു കണ്ണ് ഇങ്ങനെ അടഞ്ഞു പോയിരിക്കുകയാണ്. വല്ലാതെ ചുവപ്പുണ്ട്, വല്ലാത്ത വേദനയുണ്ട്. കൊണ്ടുവരാൻ പറഞ്ഞപ്പോ രണ്ടാള് പോയി അലി റളിയല്ലാഹുവിനെ പിടിച്ച് അവരോടൊപ്പം അലി റളിയല്ലാഹു അവിടുത്തെ മുന്നിലെത്തി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കണ്ണിൽ അലി റളിയല്ലാഹുവിന്റെ കണ്ണിൽ ഉമിനീര് പുരട്ടിക്കൊടുത്തു. ഉടനെ തന്നെ ചുവപ്പ് മാഞ്ഞു, നല്ല പ്രകാശവും നല്ല സന്തോഷവും കിട്ടി. അലി റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് പതാക കൈമാറി. അലി റളിയല്ലാഹു നേരെ പുറപ്പെടുന്നു ഖൈബറിലേക്ക്. ഖൈബറിലെത്തുമ്പോൾ അലി റളിയല്ലാഹു കാണുന്നത് ആരെയാണ്? അലി റളിയല്ലാഹുവിനേക്കാൾ ഇരട്ടി ഉയരമുള്ള മുറഹിബിനെയാണ്. രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മുറഹിബിന്റെ ഊരക്കെട്ടിന്റെ അത്രേ അലി റളിയല്ലാഹു ഉള്ളൂ. അലി റളിയല്ലാഹു ഒരു കുറിയ മനുഷ്യനാണല്ലോ. മുറഹിബ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു തടിമാടനാണ്. അലി റളിയല്ലാഹുവിനെ കണ്ടപാടെ തന്നെ മുറഹിബ് ചിരിച്ചു. ഇദ്ദേഹമാണോ എന്നോട് അടരാടാൻ വന്നിരിക്കുന്നത്, പോരാടാൻ വന്നിരിക്കുന്നത് നോക്കി ചിരിക്കുകയാണ്. അലി റളിയല്ലാഹുവിന് അള്ളാഹു നൽകിയ കഴിവ് വേറെയല്ലേ. അലി റളിയല്ലാഹുവിന്റെ മുന്നിൽ എല്ലാ തരം വീമ്പും വിളക്കിയിട്ട് മുറഹിബ് തന്റെ സ്ഥാനവും മാനവും ഒക്കെ എണ്ണി എണ്ണി പറഞ്ഞു. ഖദ് ആലിമത് ഖൈബറു അന്നി മർഹബു ശകി സിലാഹി ബതലുൻ മുജറബു ഇതിൽ ഹുറൂബു അഖ്ബലത തലഹബു. ഈ ഖൈബറിനറിയാം ഞാൻ പോരാളിയാണ്. അതേ, പടവാളി എന്തിയിട്ട് നല്ലവണ്ണം പരിചയശീലം നേടിയ ആളാണ്. സംഘട്ടനങ്ങൾ മുന്നിട്ട് വരുമ്പോ തോറ്റുപോകാതെ നല്ല ശക്തിയോടെ വീറോടെ മുന്നേറുന്ന ഒരു പോരാളിയാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറവാക്കിയില്ല. മഹാനവർകൾ പറഞ്ഞു, മുറഹിബേ അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറാ കലൈതി ഗാബാതിൻ കരിഹിൽ മൻളറാ. എന്റെ ഉമ്മ എനിക്ക് വിളിപ്പേര് വെച്ചത് ഹൈദർ എന്നാണ്. നല്ല അർത്ഥമുള്ള പേരല്ലേ മുറഹിബേ. ആ അർത്ഥം പോലെ പകവീട്ടാനും പൊരുതാനും കഴിവുള്ള ആളാണ് ഞാന്. അങ്ങനെ സഹോദരങ്ങളെ, ഉച്ച സമയത്തിന് ളുഹ്ർ നിസ്കാരത്തിന്റെ ഉടനെ സംഘട്ടനം ആരംഭിച്ച് എത്രയായിട്ടും മുറഹിബിനെ ഒതുക്കാതെ അലി റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും പടവാളേന്തി മുന്നോട്ട് നീങ്ങുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു ചോദിച്ചു, അല്ല അലി, എന്താണ് ഇത്ര നേരം വൈകുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല, ഒരൊറ്റ നേക്ക് നോക്കുകയാണ്. ഒരൊറ്റ ഊഴം നോക്കിയിട്ട് ഒരു ചാൻസിലൂടെ മുറഹിബിനെ വകവരുത്തണം. കുറെ വെട്ടി പരിക്കേൽപ്പിക്കാനോ കുറെ എതിർപ്പിന്റെ വശങ്ങൾ സ്വീകരിച്ച് കുറെ നേരം പോരാടാനോ ഉദ്ദേശിക്കുകയല്ല. ഒരൊറ്റ നേക്ക് നോക്കിയിട്ട് ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള നേക്ക് നോക്കുകയാണ്. അതാണ് സമയം എടുക്കുന്നത്. അത് സഹോദരങ്ങളെ അസ്ർ വാങ്ങും കൊടുത്തു. വീണ്ടും അങ്ങനെ മുന്നോട്ട് പടയോട്ടം നടക്കുകയാണ്. അങ്ങനെ അതാ ഒരൊറ്റ വീശലോടെ മുറഹിബ് നിലംപതിച്ച് താഴെ വീണപ്പോ ചുറ്റും കൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ജൂതന്മാര് മുഴുവനും ഒടിച്ചോടിപ്പോയി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരും സന്തോഷത്തോടെ തക്ബീർ മുഴക്കി, അല്ലാഹു അക്ബർ, ഖരിബത്ത് ഖൈബറു, ഖൈബർ കാലിയായി പോയി. അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. കുറെ നേരം നീണ്ട പോരാട്ടം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കട്ടെ എന്ന് കരുതി ഇരിക്കുമ്പോ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒന്ന് അടുത്തിങ്ങനെ വന്നു. കുറച്ചു നേരം അലി റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച് അവിടുത്തെ അലി റളിയല്ലാഹുവിന്റെ മടിയിൽ തലവെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങി. സാധാരണ ഉറങ്ങുന്ന സമയം അല്ല. അസ്റിന്റെ ശേഷം ഉറങ്ങുന്നത് അത്ര ഉചിതല്ലല്ലോ, നല്ലൊരു പരിപാടിയല്ലല്ലോ. അസ്റിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല. ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. അങ്ങനെയാണ് തഴവാസ്താദിന്റെ വരിയിൽ ഞങ്ങൾ ഉറങ്ങുന്ന പോലെ പോത്ത് എന്ന് വിളിച്ചൊന്ന് പറയരുത്. തഴവാസ്താദ് ആ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഉറങ്ങുന്നാക്ക് പറ്റിയൊരു പേരാണ് എഴുതി കൊടുത്തതാണ്. അങ്ങനെ അസ്റിന്റെ ശേഷം ഉറങ്ങുന്ന അത്ര നല്ലതല്ല. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അവർ ഉറങ്ങിയത് വരും. വലിയ ആൾക്കാർ അസ്റിന്റെ ശേഷം ഉറങ്ങരുത്. ഉണർന്നിരിക്കേണ്ട ഒരു നേരമാണ് അസ്റിന്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയില്ല, ക്ഷീണം കൂടുതലാണെന്ന് നടത്തും. തങ്ങൾ അലി റളിയല്ലാഹുവിന്റെ മടിയിൽ തലവെച്ചുറങ്ങി. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കുന്നു, സൂര്യനിലേക്ക് നോക്കുന്നു. അസ്ർ നിസ്കരിച്ചിട്ടില്ലല്ലോ. പടച്ചോനെ, അസ്ർ നിസ്കാരം ബാക്കിയുണ്ടല്ലോ. സത്യത്തിൽ ഇവിടെ വലിയ ഒരു പടയോട്ടം നടത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്ന് വലിയൊരു സ്ഥാനം കരഗതമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വിഷയമൊന്നും അതല്ല, നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നാണ്. സൂര്യൻ അങ്ങ് അസ്തമിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലുള്ള സങ്കടം അത് ഒതുക്കി നിർത്താൻ കഴിയാതെ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. കരഞ്ഞപ്പോ കണ്ണീര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ കുറ്റി. തങ്ങൾ എഴുന്നേറ്റ് ചോദിച്ചു, എന്താണ്? അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, മാ സ്വല്ലൈത്തുൽ അസ്റ യാ റസൂലല്ലാഹ്, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല നബിയെ. അസ്ർ നിസ്കരിക്കാത്ത സങ്കടമാണിത്.
നിങ്ങൾ നോക്കി, ഇത്രയും വലിയ വിജയം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്മാനിച്ച് വലിയൊരു വിജയം കൊയ്തു കൊടുത്ത് ആ ഒരു വിഷയത്തിൽ ആശ്വാസമല്ല, നിസ്കാരം ഒന്ന് സമയം ഒന്ന് മാറിയപ്പോഴേക്ക് വരുന്ന സങ്കടം. സഹോദരങ്ങളെ, അത് ഈമാനുള്ളവർക്കുള്ള ഒരു സംഗതിയാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വഅതിക വത്വഅതി റസൂലിക ഫർദുദി ശംസ. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലായ എന്റെ പൊരുത്തത്തിലുമായിരുന്നു. സൂര്യനെ മടക്കി കൊടുക്കണേ അല്ലാഹ്. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു. സ്വഹാബിമാര് പറയുന്നു, അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കാണേണ്ടിയിരുന്നു. സൂര്യൻ തിരിച്ചു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരു 14-ാം രാവിന്റെ ചന്ദ്രൻ ഉദിച്ചതുപോലെ വല്ലാത്തൊരു പ്രഭയും പ്രകാശവും വല്ലാത്തൊരു സന്തോഷവും മുറ്റി നിൽക്കുകയാണ്. അസ്ർ നിസ്കരിച്ചിട്ട് വല്ലാത്ത സന്തോഷമായി. ഇത്രയും ദീനിനു വേണ്ടി പോരാടിയിട്ട് അതിന് വലിയ സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാഗ്ദത്തം ചെയ്തിട്ടും ഒരു നിസ്കാരം മുടങ്ങുന്നത് ആലോചിക്കാൻ വയ്യ, അത് സഹിക്കാൻ പറ്റൂല. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ, ബാധ്യതകൾ നിർവഹിക്കണം. അപ്പോഴേ ഒരാൾ സ്വാലിഹാകൂ. റജുലുൻ അദ്ദാ ഹഖ്ഖല്ലാഹ്, അള്ളാഹുവിന്റെ ഹക്ക് വീട്ടുന്നവനാണ് സ്വാലിഹായ മനുഷ്യൻ. ഇരിക്കട്ടെ, ആ ബാധ്യതയുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് ജീവിതകാലത്ത് നിർവഹിച്ചോ ഇല്ലേ എന്ന് നന്നായി പരിശോധിക്കേണ്ട മറ്റൊന്നാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിക്കേണ്ടതാണ്. അവനവന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കേണ്ട നിശ്ചിത അളവനുസരിച്ചുള്ള സക്കാത്ത് അത് കടമാക്കി ഇനിയും ബാക്കി വിട്ടേക്കരുത്. കൊടുത്തിട്ടില്ല എന്നാണോ ബോധ്യമാകുന്നത്, മരിച്ചു കഴിഞ്ഞ് സമ്പത്ത് വിഹിതം വെക്കുന്നതിന്റെ മുമ്പ് കൊടുത്ത് വീട്ടേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, അതൊരു ചെറിയ ബാധ്യതയായി കണക്ക് കൂട്ടരുത്. നോമ്പിന്റെ കണക്ക് കാണാം. ചിലര് മരിച്ച് 15 വർഷക്കാലം ഉമ്മ നോമ്പ് നോറ്റിട്ടില്ല, 10 വർഷക്കാലം നോമ്പ് നോറ്റിട്ടില്ല. എത്രയും പെട്ടെന്ന് വീട്ടേണ്ടതാണ് അതിന്റെ മുദ്ദ്. നോമ്പ് പകരമായി നോറ്റ് വിട്ടിയാലും ചിലപ്പോൾ മുദ്ദ് കൊടുക്കേണ്ട ബാധ്യത വരും. പിന്തിച്ചതുണ്ടെങ്കിൽ അതിന് മുദ്ദ് കൂടി കൂട്ടിയിട്ട് കണക്കനുസരിച്ചുള്ള മുദ്ദ് കൊടുക്കണം. ഓരോ വർഷവും നോൽക്കാൻ കഴിയാത്ത ആള് പകരം മുദ്ദ് കൊടുത്ത് വീട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. അതേ സമയത്ത് നോറ്റ് വീട്ടിയിട്ടും ഇല്ല, മുദ്ദ് കൊടുത്തിട്ടും ഇല്ല, അതിന്റെ കണക്ക് കൂട്ടിയിട്ട് കൃത്യമായത് കൊടുക്കണം. പിന്നെയല്ലേ ഓഹരി വെക്കുന്നത്. ഹജ്ജ് ബാധ്യതയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ നോക്ക്, മരണപ്പെട്ടു പോയ ആൾക്ക് ഈ തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് ഒരു 3 സെന്റ് ഉണ്ട്. അധികമൊന്നുമില്ല, 3 ഉള്ളൂ. മുമ്പെപ്പോഴോ വാങ്ങി വെച്ചൊരു 3 സെന്റാണ്. തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് 1 സെന്റിന് എത്ര പേരുണ്ടാവും? ഒരു 10 ലക്ഷം കാണാം അല്ലേ? മതിയാ? അത് പോരാന്നാ പറയുന്നത്, എല്ലാവരും ഉണ്ടാവും. അപ്പൊ 1 സെന്റ് വേണ്ട, വെക്കണ്ട, ഹജ്ജിന് പറഞ്ഞേക്കാണ്. അപ്പൊ ഇയാൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്ക് ബാധ്യതയായിട്ടുണ്ട്. അയാൾക്കുള്ള സ്ഥലല്ലേ അത്. അതിൽ നിന്ന് ഒന്നുകിൽ ഹജ്ജിന് പോയ ആള് കൂട്ടത്തിൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചെലവിനെടുത്ത്, അല്ലെങ്കിൽ ഹജ്ജിന് പോയ മറ്റൊരാളെ ചെലവ് കൊടുത്ത് ഏൽപ്പിച്ച് ഹജ്ജ് കൂട്ടണം. ഓഹരി വെക്കാൻ നമ്മൾ വേഗം ഉഷാറാണ് ആളുകൾ. പക്ഷെ ഹക്കൊരു ഭാഗത്ത് ബാക്കിയിട്ടിട്ട് എന്ത് ഓഹരി? ഓഹരി നല്ലോണം. അല്ലാഹു തആലാക്കുള്ള ബാധ്യത, ജനങ്ങൾക്കുള്ള ബാധ്യത രണ്ടും വിട്ടണം. കടബാധ്യതയുണ്ടെങ്കിൽ അത് തീർത്തും സഹോദരങ്ങളെ വേഗം വിട്ടണം. എത്ര സ്പീഡിൽ വീട്ടാൻ കഴിയോ അത്രയും സ്പീഡിൽ വീട്ടണം. മരിച്ച മനുഷ്യന്റെ ആത്മാവിന് സുഖം കിട്ടാൻ, മരിച്ച മനുഷ്യന്റെ ഖബറിൽ കിടക്കുന്ന കിടത്തത്തിന് റാഹത്ത് കിട്ടാൻ എത്രയും പെട്ടെന്ന് ഹക്ക് വീട്ടി കൊടുക്കണം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യഘട്ടത്തിൽ കടബാധ്യതയുള്ള ആളെ ജനാസയാണ് കൊണ്ടുവന്നത് എന്ന് നിൽക്കുമ്പോ തങ്ങൾ പറയുന്നൊരു വാക്ക് സ്വഹാബത്തിന് മനസ്സിന് ഏറ്റവും വലിയ സങ്കടം വരുന്ന വാക്കായിരുന്നു അത്. സ്വല്ലു അലാ സ്വാഹിബിക്കും. തങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി എത്തുന്നതിന്റെ മുമ്പ്, ബൈത്തുൽ മാലി വികസിക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ ഒരു ഭാഷയുണ്ടായിരുന്നു. നിങ്ങളെ കൂട്ടുകാരന്റെ ജനാസ നിങ്ങൾ നിസ്കരിച്ചോളൂ. തങ്ങൾ നേരെ അതാ ഇപ്പുറത്ത് റൂമിലേക്ക് പോകുന്നു. പിന്നീട് പലരും ഏറ്റെടുത്ത് നിർവഹിച്ച് വീട്ടാമെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. അവരേറ്റെടുത്തത് എത്ര പെട്ടെന്നാണ് വീട്ടിയത് എന്നറിയുമോ? അത്ര പെട്ടെന്ന് തന്നെ നമ്മളും വീട്ടണം. 3, 7, 40, 14, 15 കഴിയാൻ കാത്തിരിക്കരുത്. അന്ന് വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് വീട്ടാൻ കഴിയോ? അന്ന് തന്നെ വീട്ടിയേക്കണം. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഖത്താദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒരു സ്നേഹിതന്റെ ജനാസ മദീന പള്ളിയിൽ കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, അലൈഹി ദൈനുൻ, കടമുണ്ടോ? തങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നും ബാക്കി വെച്ചിട്ടില്ല. സ്വത്തൊന്നും ബാക്കിയില്ല, കടബാധ്യതയുണ്ട് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാതെ അങ്ങോട്ട് മാറിപ്പോവുകയാണ് എന്ന് കണ്ടപ്പോ
ഖത്താദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, ആ കടം മുഴുവനും ഞാൻ ഏറ്റെടുത്തു, തങ്ങൾ നിസ്കരിക്കണം നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഖത്താദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദുഹാ സമയത്താണ് ഈ ജനാസ നിസ്കാരം നടന്നത്. കുറച്ചുകൂടി നേരം കഴിഞ്ഞപ്പോൾ ളുഹറിന് വാങ്ക് വിളിച്ചു. ജനാസയുടെ സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. ളുഹർ നിസ്കരിക്കാൻ ഞാൻ മദീന പള്ളിയിലേക്ക് ചെന്ന് എന്നെ കണ്ടപ്പോ തങ്ങൾ ചോദിച്ചു, കടം വീട്ടിയോ? എത്ര സമയമായിട്ടുള്ളൂ? കുറഞ്ഞ സമയമായിട്ടുള്ളൂ. ളുഹറിന് ജമാഅത്തിന് ഞാൻ എത്തിയപ്പോഴേക്ക് എന്നോട് ചോദിച്ചു, കടം വീട്ടിയോ? ഇപ്പൊ ഖബറിൽ കൊണ്ടുപോയി വെച്ച ആൾക്ക് സമാധാനവും റാഹത്തും കൊടുത്തോന്നാ ചോദിക്കുന്നത്. ഖത്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ളുഹറിന് ചോദിച്ചതല്ലേ, അസ്റിന് ചോദിക്കുന്നു ഉറപ്പാ. അതുകൊണ്ട് ഇനി കടം പൂർണ്ണമായിട്ട് കൊടുത്തു വിട്ടാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല. ഞാനല്ലേ ഏറ്റെടുത്ത്, എന്റെ സുഹൃത്ത് എന്നുള്ളവർക്ക്, സ്നേഹിതൻ എന്നുള്ളവർക്ക്. ഞാൻ എല്ലാ കടങ്ങളും ആളുകളെ കണ്ടുപോയി വീട്ടി. അസ്റിന് പള്ളിയിലെത്തിയപ്പോൾ വീണ്ടും ചോദ്യം, വീട്ടിയോ? വീട്ടി നബിയെ, മുഴുവനും വീട്ടി. ആളുകളെ ഓരോരുത്തരെയും കണ്ട് ഞാനത് വീട്ടിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, വലിയൊരു ബാധ്യതയാണത്, ബാക്കി വെച്ചേക്കരുത്. ഒരാൾ മരണപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഏതെല്ലാം മേഖലകളുണ്ട് എന്ന് അന്വേഷിക്കുക. പള്ളിയിലുണ്ടോ, കടകളിലുണ്ടോ, വ്യക്തികളിലുണ്ടോ, അന്വേഷിച്ചത് പെട്ടെന്ന് വീട്ടിയേക്കുക. ഖബറിൽ കൊണ്ടുപോയി വെക്കുന്ന ആ മനുഷ്യന്റെ ആത്മാവിന് നല്ല അവസ്ഥയുണ്ടെങ്കിൽ നല്ലവരിലേക്ക് ചേരുന്ന ആത്മാവല്ലേ അത്? ഇല്ലിഗീനിലേക്ക് പോകാനുള്ള റൂഹല്ലേ അത്? ആ റൂഹ് ഇല്ലിഗീനിലെത്തുന്നതിന് ഈ കടബാധ്യത തടസ്സമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ലേ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി. മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവ് അവന്റെ കടം കാരണം ഒരു ഭാഗത്തത് തടയപ്പെട്ടു നിൽക്കും, ബന്ധവസ്ഥാക്കി ഒരു ഭാഗത്ത് നിൽക്കും, ഇല്ലിഗീനിലേക്ക് ചേരാനൊക്കൂല. ഹത്താ തുഖ്ലാ അൻഹു, കടബാധ്യത വീട്ടപ്പെടുന്നത് വരെ. അത് വീട്ടിയെങ്കിലേ ഇത് മഹാന്മാര് ഒരുമിച്ച് കൂടുന്ന ഇല്ലിഗീൻ എന്ന് പറയുന്ന ആത്മാവിന്റെ ലോകത്തിലേക്ക്, ആത്മാക്കളുടെ ലോകത്തിലേക്ക് എത്താനും സന്തോഷിക്കാനും സ്വാലിഹീങ്ങളോടൊപ്പം ചേരാനും മുക്കുകയുള്ളൂ. അതിന് പെട്ടെന്നല്ലേ വഴിയൊരുക്കേണ്ടത്. മഹാന്മാരൊക്കെ ഒരുക്കിയതുപോലെ വേഗം വേഗം സ്പീഡിലായിട്ട് വീട്ടണം. അതേ, എത്ര വലിയ മഹാന്മാര്, അവരുടെ ബാപ്പമാരും ഉമ്മമാരും കുടുംബക്കാരും ആ രീതിയിൽ ബാധ്യതകൾ ബാക്കി വെച്ചു പോയത് പെട്ടെന്ന് തന്നെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഉപ്പ മരണപ്പെട്ടു പോയാൽ മക്കളെല്ലാവരും കൂടി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും, ബാപ്പ ഇടപഴകിയ ആളുകളും ബാപ്പ ഇടപഴകിയ സ്ഥാപനങ്ങളും അത് അന്വേഷിച്ചുകൊണ്ട് ആ കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടിയിട്ട് അത് റാഹത്താക്കിയിട്ട് ബാപ്പയെ യാത്രയാക്കുകയാണ് വേണ്ടത്. ജനാസ വീട്ടിൽ നിന്ന് എടുക്കുന്നതിന്റെ മുമ്പ് അങ്ങനെ നിർവഹിക്കാൻ കഴിയോ? അതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞില്ലെങ്കിൽ ആ ജനാസ ഖബറിലെത്തിയിട്ട് ഒരു ദിവസമാകുന്നതിന്റെ മുമ്പ് തന്നെ കഴിവിന്റെ പരമാവധി ബാധ്യതകളൊക്കെ പെട്ടെന്ന് വീട്ടണം. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായി. നേരെ പിറ്റേന്ന് കടക്കാരന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്നു. എന്നിട്ട് പറയുന്നു, ജാബിറേ, നിങ്ങളെ ഉപ്പ ഞങ്ങൾക്കൊക്കെ കടം തരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് ജാബിർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി. അല്ലാഹുവിന്റെ റസൂലേ, കടക്കാര് വീട്ടുമുറ്റത്ത് എത്തിപ്പോയി, ഞാൻ എന്ത് ചെയ്യും? ബാപ്പ ഷഹീദായതാണ് എന്ന് അവരോട് പറയണം. ഒരല്പം കുറച്ച് തരാൻ വേണ്ടി കഴിയോ എന്ന് ചോദിക്കണം. കിട്ടാനുള്ളത് അല്പം ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്നൊരു ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വക ഒരു റെക്കമെൻഡ്. കിട്ടാനുള്ള കടക്കാർ പറഞ്ഞു, കിട്ടാനുള്ളത് തീർത്തും കിട്ടണം എന്ന് പറഞ്ഞു. അത് കുറക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബി, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, അത് ഫുള്ള് കിട്ടണം തന്നെ അവർ പറയുന്നത്. ഇന്നലെ ഷഹീദായ ഉപ്പാന്റെ കടബാധ്യത ചോദിച്ചാണ് ഇന്ന് ആളുകൾ വന്നിരിക്കുന്നത്. എത്ര വലിയ സ്ഥാനമുള്ള ആളാ ഷഹീദ്. ഷഹീദിനും ഈ വിഷയത്തിൽ മാറ്റമാണ്. യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, എല്ലാ പാപങ്ങളും വൈകല്യങ്ങളും ഷഹീദിന് മാപ്പാക്കപ്പെടും. ഇല്ല ദൈൻ, കടം എന്ന് പറയുന്ന ബാധ്യത ഒഴികെ. അത് വീട്ടേണ്ട സംഗതി തന്നെയാണ്. കടത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കടബാധ്യതകളൊക്കെ വീട്ടാൻ സഹായിക്കുന്ന ആൾക്കാർക്ക് വലിയ കൂലിയുണ്ട്. സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലിയുണ്ട് എന്നല്ലേ? ചെറിയ സംഗതി ഒന്നല്ല. ഒരു കടക്കാരന്റെ കടം വീട്ടാൻ വേണ്ടി സഹായിച്ചിട്ട് അവനെ രക്ഷിച്ചാൽ, അവനെ സഹായിച്ചാൽ, സമാധാനിപ്പിച്ചാൽ അത് നല്ല കാര്യം തന്നെയാണ്. ചെറിയ കാര്യമൊന്നുമല്ല, നല്ല കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്ന സംഗതിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കടക്കാരൊരു നിലക്കൊരു ഒഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തങ്ങൾ ചെയ്യുന്ന സഹായം നോക്ക്, നിങ്ങൾക്ക് എന്താണ് വീട്ടാൻ കടമായിട്ട് വീട്ടാൻ എന്താ ഉള്ളതെന്ന് വെച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു കുറഞ്ഞ മരങ്ങളുണ്ട്, ഈത്തപ്പഴങ്ങളൊക്കെ കായ്ച്ച് പറിക്കാനായിട്ടുണ്ടോ ഉണ്ട്. എത്ര മരങ്ങൾ? എണ്ണിയാൽ തീരുന്ന മരങ്ങളേ ഉള്ളൂ. 9 10 വരുന്ന ചെറിയ കുറച്ച് മരങ്ങളേ ഉള്ളൂ. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ നാളെ തോട്ടത്തിലേക്ക് പോയിട്ട് ഓരോ മരത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചതിന്റെ ചുവട്ടിൽ വെക്കണം. പള്ളിയിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളൂ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും. ഞാൻ വരുന്നതിന്റെ മുമ്പ് ഒരൊറ്റ പാട്ടയിൽ നിന്നും ഒരൊറ്റ കൊട്ടയിൽ നിന്നും പഴങ്ങൾ എടുക്കരുത്. ഞാൻ വന്നതിന് ശേഷം ഞാൻ കാര്യങ്ങൾ പറയും.
ഓരോ മരത്തിൽ നിന്നുള്ളതും പറിച്ചതിന്റെ ചുവട്ടിൽ വെച്ചേക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു ഒരാളെയും കൂട്ടി പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് ശേഷം തോട്ടത്തിലേക്ക് പോയി. പഴങ്ങളൊക്കെ പറിച്ച് ചുവട്ടിൽ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിലേക്ക് വരുന്നു. തങ്ങൾ ആ തോട്ടത്തിൽ ഒന്നിങ്ങനെ ചുറ്റി നടക്കുന്നു. എല്ലാ മരത്തിന്റെ മുന്നിലൂടെയും ഒന്നിങ്ങനെ കറങ്ങി ഓരോ കൊട്ടയിലേക്കും തങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടങ്ങനെ നടക്കുന്നു. കൂടുതൽ കാണുന്ന കൊട്ടയുടെ അടുത്തവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഉദുലി അൽ ഖുറമാ, കടക്കാരെ വിളിക്കൂ ജാബിറേ, കൊടുക്കാനുള്ള കടക്കാരെ വിളിക്കൂ, എല്ലാവരും വരട്ടെ, കടങ്ങൾ വീട്ടിൽ കൊടുക്കാം. കടക്കാര് വരി വരിയായി വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്ക് ചോദിക്കുന്നു. ആ കണക്കിന് എത്രയാണോ ഈത്തപ്പഴം വേണ്ടത് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് തങ്ങൾ വാരി കൊടുക്കുന്നു. ഓരോ കടക്കാർക്കും ഒരേ കൊട്ടയിൽ നിന്ന് മറ്റു കൊട്ടകളിലുള്ള ഈത്തപ്പഴങ്ങളൊന്നും തൊട്ടിട്ടില്ല. ഒരൊറ്റ കൊട്ടയിൽ നിന്നതാ എല്ലാവർക്കും അങ്ങ് വാരി കൊടുക്കുന്നു. ഒരാൾ പറയുന്നു, എനിക്ക് തരാനുള്ളത് 2500 ദിർഹമാണ്. 2500 ദിർഹമിന് ഇന്ന് മാർക്കറ്റിൽ എത്ര ഈത്തപ്പഴമാണ് കിട്ടുക, അതിന്റെ കണക്കനുസരിച്ച് കൊടുക്കുന്നു. മറ്റൊരാൾ പറയുന്നു 3000 ദിർഹമുണ്ട് എന്ന്. 3000 ദിർഹമിനുള്ള ഈത്തപ്പഴം കൊടുക്കുന്നു. എല്ലാവർക്കും അവരെ കണക്കനുസരിച്ച് കൊടുത്ത് കടക്കാര് മുഴുവനും കിട്ടുന്നത് മുഴുവനും ഏറ്റിപ്പോയപ്പോഴും ആ കൊട്ടയിലുള്ള ഈത്തപ്പഴം അങ്ങനെ തന്നെയുണ്ട്, ഒരു കുറവും വന്നിട്ടില്ല. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇന്ന് വന്ന ഈ സന്തോഷവും എന്റെ ഉപ്പാന്റെ കടബാധ്യത മുഴുവൻ വീടിയതും തങ്ങൾ ഇവിടെ വന്ന് കൊട്ടയുടെ അടുത്തിരുന്ന് ആ ഒരൊറ്റ കൊട്ടയിൽ നിന്ന് കടക്കാർക്ക് മുഴുവനും കൊടുത്തതും ഞാൻ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി പറയട്ടെയോ നബിയേ, വല്ലാത്തൊരു സന്തോഷമുള്ള ഒരു സംഭവമല്ലേ ഇന്ന് എനിക്ക് കിട്ടിയത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി പറഞ്ഞോളൂ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഞാൻ ആദ്യം ചെന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സംഭവം ഞാൻ പറഞ്ഞു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യത്തിന്റെ ദിവസമാണ് എന്ന് എനിക്ക് നേരത്തെ അറിയാം. നിങ്ങളെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറങ്ങി നടക്കുന്നത്, ചുറ്റി നടക്കുന്നത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പോഴേ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ഭാഗ്യത്തിന്റെ ദിവസമാണ്, സന്തോഷത്തിന്റെ ദിവസമാണ്. കണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ ചുറ്റി നടക്കുന്നത്, ഇന്ന് വലിയ ബറക്കത്ത് മഹാനവറുകൾക്ക് ലഭിക്കും. കടബാധ്യത മുഴുവനും വീടി, പിറ്റത്തെ ദിവസം തന്നെ കടക്കാരുടെ കടങ്ങളൊക്കെ കൊടുത്ത് വീടി. ഈ സംഭവം ഒരുപാട് സ്ഥലങ്ങളിൽ ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുവന്നപ്പോ എന്റെ ഉപ്പമാരെ ഉമ്മമാരെ ഞാനൊരു കാര്യം പറയുന്നത്, ഇമാം ബുഖാരി തങ്ങൾ അവിടെ തലക്കെട്ട് കൊണ്ടുവന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തത് കൊണ്ട് കൊടുക്കാനുള്ള കടങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു വീട്ടി കൊടുത്തു എന്നാണ്. ദീനിന്റെ ഖിദ്മത്തിൽ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ജാഗ്രതയോടെ സജീവമായി നിൽക്കണം. പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരും. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല പരിഹരിച്ചിരുമാറാകട്ടെ. അതിനൊരു മുഖ്യമായ സബബാണ് ദീനിന്റെ ഖിദ്മത്ത് എന്ന് പറയുന്നത്. ജാബിർ റളിയല്ലാഹുവിന്റെ ഉപ്പ ആർക്ക് വേണ്ടിയാ ഷഹീദായത്? ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി. എത്ര ആളുകളുടെ കടങ്ങൾ 2-3 ആഴ്ചകളൊക്കെ പോകും, നേരെ പിറ്റേന്നല്ലേ കടങ്ങളൊക്കെ വിടുന്നത്. അതും കടങ്ങൾ വീടിയിട്ട് എന്തെങ്കിലും പഴങ്ങൾക്ക് ഇവിടെ കുറവുണ്ടോ? ജാബിർ റളിയല്ലാഹുവിന് തന്റെ പെങ്ങന്മാരെയും കുടുംബക്കാരെയും നോക്കാൻ ആ തോട്ടത്തിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി അതിന്റെ ലാഭം കൂടി കൊയ്യാനുള്ള മുഴുവൻ സമ്പത്തും കിട്ടിയില്ലേ? എത്രമാത്രം വലിയ സന്തോഷം കിട്ടിയത്. ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഉപ്പ പ്രവർത്തിച്ചത്, ജാബിർ റളിയല്ലാഹു പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് എന്ന് ഈ സംഭവം വിശദീകരിച്ചെടുത്ത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ നിന്ന് വിഷയം മനസ്സിലാക്കിയിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹക്ക് അത് വേഗം വീട്ടണം, ബാധ്യതകൾ വേഗം വീട്ടണം, എങ്കിലേ ഒരാൾക്ക് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ കഴിയൂ. ഹക്ക് ബാക്കി വെച്ച് പോകരുത്. മുഴുവൻ ഹക്കുകളും വീട്ടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ ഹക്കുകളൊക്കെ നമ്മളെ കാലത്ത് തന്നെ വീട്ടാൻ നല്ലത്. രണ്ടാമതായിട്ട് ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നതിന് പുറമെ ജനങ്ങളോടുള്ള ഹക്കും വീട്ടണം, ജനങ്ങളോടുള്ള ബാധ്യതയും വീട്ടണം. ജനങ്ങളിൽ ഓരോരുത്തരോടും ഓരോ നിലക്കുള്ള ബാധ്യതയില്ലേ ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ ആരോടെല്ലാം നമുക്ക് ബാധ്യതയുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ആ ഇബാദത്തിന്റെ തൊട്ട് ഉടനെ അല്ലാഹു എണ്ണി പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം. വബിദിൽ ഖുർബാ, കുടുംബക്കാർക്കും, വൽ യതാമ, അനാഥകർക്കും, വൽ മസാകീൻ, അഗതികൾക്കും, വൽ ജാരിദിൽ ഖുർബാ, അടുത്ത ബന്ധുക്കളായ അയൽക്കാർക്കും, വൽ ജാരിൽ ജുനുബി, അകന്ന് താമസിക്കുന്ന അയൽവാസികൾക്കും, വസ്വാഹിബി ബിൽ ജംബി, ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധമുള്ള ആള്, കൂടെ പഠിച്ചവനോ യാത്ര ചെയ്തവരോ ഒപ്പം ജോലിയെടുത്തവരോ ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധമുള്ള ആള്,
ആ ആളോടും സേവനം ചെയ്ത് നല്ല പ്രവർത്തനങ്ങൾ അവർക്കും കൊടുക്കണം. വബിനിസ് സബീൽ, യാത്രക്കാർക്കും സേവനം ചെയ്യണം. വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയ ഭാര്യ സന്താനങ്ങൾ അവർക്കും സേവനം ചെയ്യണം, ഒത്താശകൾ ചെയ്യണം. അവർക്കും തൊഴിലാളികൾക്കും ഒത്താശകൾ ചെയ്യണം, സേവനം ചെയ്യണം. ഈ പറഞ്ഞ ആളുകളോടൊക്കെ ഒരു ഹക്കുമുണ്ട്. ആ ഹക്കും വീട്ടിയെങ്കിലേ ഒരാൾ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടൂ. അതിലാദ്യമായി എണ്ണി പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, സേവനം ചെയ്യണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉപ്പമാര്, ഉമ്മമാര്, അവരുടെ ഹയാത്ത് കാലത്ത് മാത്രമല്ലല്ലോ ഹക്കുള്ളത്, മരണാനന്തരവും ബാപ്പ ഉമ്മമാർക്ക് ബാധ്യതയുണ്ടല്ലോ. ഉണ്ട്. മരണത്തിന്റെ ശേഷവും ബാപ്പാക്കും ഉമ്മാക്കും നമ്മുടെ മേൽ കടപ്പാടുണ്ടോ? ഉണ്ട്. ആ കടപ്പാടുകൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ബാക്കിയുണ്ട്. അത് നിർവഹിക്കേണ്ടതും ഉണ്ട്. നമ്മുടെ മേലത് ബാധ്യതയാണ്. മാതാപിതാക്കൾക്കുള്ള സേവനം അത് പറഞ്ഞപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇബാദത്തിന്റെ തൊട്ടുടനെയാണ് അത് ചേർത്തി പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് റബ്ബിലേക്ക് ശുക്ർ ചെയ്യുന്നതിന്റെ തൊട്ടുടനെ അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നീ ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ ശുക്ർ ചെയ്യണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല 3 വിഷയങ്ങൾ പരസ്പര പൂരകങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു വിഷയമാണ് മാതാപിതാക്കളുടെ ശുക്ർ. അല്ലാഹുവിന്റെ ശുക്രിനോട് ചേർത്തി പറഞ്ഞത്. ഒരാൾ അല്ലാഹുവിന്റെ ശുക്രൊക്കെ നിർവഹിച്ചവനാണ്. ഇബാദത്തിൽ അയാൾക്ക് കുറവൊന്നുമില്ല. ഇബാദത്തും കാര്യങ്ങളൊക്കെ നല്ല ചിട്ടവട്ടയിൽ എടുക്കുന്ന ആളാണ്. നല്ല രൂപത്തിൽ തന്നെ അയാൾ ജീവിക്കുന്ന ആളാണ്. മാതാപിതാക്കൾക്ക് വലിയ നന്ദി ബോധമില്ലാത്തവനാണോ? അല്ലാഹുവിനോടുള്ള ശുക്ർ പൂർത്തിയാക്കിയവനല്ല. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്നവനാണ്, നല്ലവണ്ണം അവർക്ക് നന്ദി ചെയ്യുന്നവനാണ്. പക്ഷേ അള്ളാഹുവിനോട് ശുക്രുള്ളവനല്ല, പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവനല്ല, അല്ലെങ്കിൽ അതിൽ കൃത്യമായി കൃത്യതയോടെ കാര്യങ്ങൾ പാലിക്കുന്നവനല്ല. അവന്റെ ശുക്രും ശുക്രാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അള്ളാഹുവിനോടുള്ള നിന്റെ ശുക്രാകണമോ? മാതാപിതാക്കളോട് നീ നന്ദിയുള്ളവനാകണം. മാതാപിതാക്കളോടുള്ള ശുക്ർ അല്ലാഹു തആല കബൂൽ ചെയ്യണമോ? അള്ളാഹുവിനോടുള്ള ശുക്രും നീ നിർവഹിക്കണം. ഏതെങ്കിലും ഒരു ഭാഗം ഇല്ലാതെയായി പോയാൽ ആ ശുക്ർ പൂർണ്ണമാകൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച്, തങ്ങളോടുള്ള ഇഷ്ടം കാരണം തങ്ങളോടൊപ്പം ഒരു ജിഹാദിന് പോകാൻ ആഗ്രഹിച്ച് വളരെ ദൂരത്തുനിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. എത്ര ദൂരം? യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന സ്വഹാബി. കിലോമീറ്റർ കണക്കൊന്ന് കൂട്ടി നോക്കൂ, 800 കിലോമീറ്റർ. അത്രയും ദൂര സ്ഥലത്തുനിന്ന് മദീനയിലേക്ക് വന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ ഒന്നുമല്ല, തങ്ങൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ യാത്ര പോകുന്നില്ലേ? അതേ, ഒരു ജിഹാദിന് വേണ്ടി ഒരുങ്ങി പോകുന്നില്ലേ നബിയെ? തങ്ങളോടൊപ്പം ഒന്ന് പങ്കെടുക്കാനാണ്. മാതാപിതാക്കളുണ്ടോ? ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബാപ്പയും ഉമ്മയും കരഞ്ഞു നബിയേ. പാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ വിലയും നിലയും എത്രയാണ്? ഇർജി ഇലൈഹിമാ, യമനിലേക്ക് മടങ്ങിക്കോ, യമനിലേക്ക് മടങ്ങിപ്പോയിക്കോ. ഫലാഹികുഹുമാ, ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ചോ. ബാപ്പയും ഉമ്മയും ഒന്ന് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്ക് പോകണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. മകൻ ഇങ്ങനെ പോകുമ്പോ ഇനി മകനെ കാണാൻ കഴിയോ പടച്ചോനെ? ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചല്ലേ മോൻ പോകുന്നത്. ആ മോന്റെ യാത്ര നോക്കിയിട്ട് ഒന്ന് കരഞ്ഞ അപ്പി കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെയാ വാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണീരിന്റെ വില കണ്ടത്? എങ്ങനെയാ മനസ്സിലാക്കിയത്? എത്ര ദൂരത്തു നിന്നാണ് വന്നത്? ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്ത് തങ്ങളോടൊപ്പം കൊണ്ടുപോയോ? ഇല്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം അത് നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലാഹുവിന്റെ റിളാ, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം അത് മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഒരു പൊരുത്തം നേടുക, അത് ജീവിതത്തിൽ ഒരാൾ സ്വാലിഹാകുന്നതിന്റെ വലിയ ഒരു സംഗതിയാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. അപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം നേടുക എന്നുള്ളത് അതുകൊണ്ടാണ് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ, ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക്, ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കാൻ. ചെറിയ സംഭാവന ഒന്നും കൊടുത്താൽ പോരാ, നല്ല സംഭാവന തന്നെ കൊടുക്കണം, വലിയ സംഭാവന തന്നെ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന സംഭാവന കാരണം നമ്മളെ ബാപ്പമാര്, ഉമ്മമാര് അവർ കിടക്കുന്നിടത്ത് വലിയ സന്തോഷം അവർക്കുണ്ടാകണം. അല്ലാഹു തആല അവർക്ക് ദർജകളിലേറ്റി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. മരിച്ചുപോയ എല്ലാ ബാപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ഏറ്റി കൊടുക്കട്ടെ. ബാപ്പമാര് ഉമ്മമാരോടുള്ള കടപ്പാട് നിർവഹിക്കണം. സഹോദരങ്ങളെ, ഉപ്പാനെയും ഉമ്മാനെയും നോക്കുന്നിടത്ത്, ചെലവ് ചെയ്യുന്നിടത്ത്
നാട്ടിലെ സാഹചര്യമോ മറ്റോ നോക്കിയിട്ടല്ല അത് ചിന്തിക്കേണ്ടത്. ഏതെങ്കിലും ഒരു മകനോ ഒരു മകൾക്കോ മാത്രം തീറെഴുതി കൊടുക്കേണ്ട ഒരു വിഷയവും അല്ല. ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് മാത്രമുള്ള ഒരു ബാധ്യതയായി വെക്കേണ്ട വിഷയവും അല്ല. ഉപ്പാനെയും ഉമ്മാനെയും മക്കള് എന്ന അർത്ഥത്തിൽ എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിലാണോ ബാപ്പയും ഉമ്മയും കഴിയുന്നത്, ബാക്കിയുള്ളവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന വിഷയത്തില് ഒരു മാസത്തില് ഉമ്മക്ക് ചെലവിന് വേണ്ടി എല്ലാ മക്കളും കൊടുക്കണം, എല്ലാവരും ട്രീറ്റ്മെന്റിന് കൊടുക്കണം, എല്ലാവരും ഒത്താശ ചെയ്യണം. അത് വേണം. അവിടെ ആൾക്കാരെല്ലാവരും ഇല്ലെങ്കിലും ഓരിക്കുന്നിടത്ത് ആരെങ്കിലും മിസ്സാവോ? ആരും മിസ്സാകൂല. അങ്ങ് ലണ്ടനിലാണ് ഒരാളെങ്കിലും അവിടുന്ന് ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും ഇങ്ങോട്ട് വരും. ഒരു ബസ്സാണ് വിളിക്കാൻ കിട്ടിയതെങ്കിലും ഒരു ബസ് വിളിച്ചിട്ടെങ്കിലും വരും. അതിലൊന്ന് പങ്കെടുത്ത് പുണ്യം നേടാൻ, ബർക്കത്ത് നേടാൻ. കൊടുക്കുന്നിടത്ത് അത്ര ഊക്കുണ്ടാകൂല, കിട്ടുന്നിടത്ത് എന്തൊരു സന്തോഷമായിരിക്കും. അല്ലാ, എന്തൊരു ഊക്കായിരിക്കും അതിന്. ആ ഡേറ്റ്, ആ സമയം അടക്കം മറന്നു പോകൂല. സഹോദരങ്ങളെ, കൊടുക്കുന്നിടത്താകണം നല്ല താല്പര്യം. ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയുള്ള ഖിദ്മത്തില് എത്ര ചെലവഴിച്ചാലും ഞാൻ ഫുള്ളായി ചെലവഴിച്ചു എന്ന് പറയാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ. എത്ര കൂടുതൽ ജീവിതത്തിൽ മുഴുവനായി ചെലവഴിച്ചു എന്ന് തന്നെ ഒരാൾ പറഞ്ഞോട്ടെ. സമ്പത്ത് മുഴുവനും എന്റേത്, ഞാൻ ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി മുഴുവനും അങ്ങ് കൊടുത്തു എന്ന് പറഞ്ഞാലും അവരോടുള്ള ഹക്ക് പൂർണ്ണമായും വീട്ടി എന്ന് പറയാനൊക്കൂലല്ലോ, പറയാൻ കഴിയില്ലല്ലോ. അത്രമാത്രം വലിയ ഹക്ക് വേറെ ഏതെങ്കിലും ഉണ്ടോ? അള്ളാഹുവിന്റെ ശുക്രിനോട് അള്ളാഹു ഈ ശുക്രിനെ ബന്ധിപ്പിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമായി കണക്ക് കൂട്ടേണ്ടതല്ല. മരണാനന്തരവും ബാപ്പമാരോട് ഉമ്മമാരോടുള്ള കടപ്പാടുകളുണ്ട്. എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയി, എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉണ്ട്. അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക അതൊരു ബാധ്യതയാണ്. എത്ര നീ ജീവിക്കുന്ന കാലത്തോളം നീ ദ്വാരക്കേണ്ട ദ്വാരക്കം അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ദ്വാരക്കാൻ നേരം കാണണം, ദ്വാരക്കാൻ നേരത്തെ എല്ലാ ദ്വാകളിലും ഉൾപ്പെടുത്തണം. ബാപ്പമാരെ ഉമ്മമാരെ മറന്നുകൊണ്ടൊരു ദ്വായുണ്ടോ? ഇല്ലല്ലോ. ഏതെല്ലാം ദ്വാകൾ നീ നടത്തും, സ്വന്തമായിട്ടും കൂട്ടമായിട്ടും നടത്തുന്ന എല്ലാ ദ്വാകളിലും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് പങ്കുകൊടുക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുക. അവരുടെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ വേണ്ടി നീ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചൊല്ലുക. മക്കളുടെ ഇസ്തിഗ്ഫാർ അത് ബാപ്പക്ക് ഉമ്മക്ക് വലിയ തണലാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് വലിയ മാപ്പ് അല്ലാഹു തആല നൽകും. റബ്ബേ, ഞാൻ ചെയ്ത വൈകല്യങ്ങളൊക്കെ എനിക്ക് നീ മാപ്പാക്കി തന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോ ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയ കാരണം നിനക്ക് മാപ്പാക്കി തന്നു. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക. വഇൻഫാദു അഹദിഹിമാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു, അവർക്കുള്ള വാഗ്ദാനങ്ങൾ, അവർ നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ അത് നിറവേറ്റുക. മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ ഉമ്മ നിന്നോട് ചില വസിയ്യത്തുകളൊക്കെ ചെയ്തിരുന്നു, ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് പാലിക്കുക, അത് നിറവേറ്റുക. മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു നിറവേറ്റിയതുപോലെ നല്ല കാർക്കശ്യബോധത്തോടെ നിറവേറ്റണം. ജമൽ യുദ്ധത്തിന് പോകുന്നതിന്റെ തലേന്ന് സുബൈർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, നാളെ പോകുന്ന യുദ്ധത്തിൽ ബാപ്പ ഷഹീദാകും, തിരിച്ചു വരാനൊരു നിലക്കും ചാൻസ് കാണുന്നില്ല. നിന്നോട് ഞാനൊന്ന് പറയട്ടെ, എനിക്കുള്ള ഭൂസ്വത്തുകളും ബിൽഡിങ്ങുകളും ഒക്കെ കറക്റ്റായി ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നീ നോക്കിക്കോളണം. അത് നോക്കിയാൽ മാത്രം പോരാ, ഒരുപാട് ആളുകൾക്ക് ഞാൻ സമ്പത്ത് കൊടുക്കാനുണ്ട്, പലരിൽ നിന്നും കടം വാങ്ങിയതുണ്ട്, പലർക്കും കൊടുക്കാൻ വാഗ്ദത്തങ്ങൾ ചെയ്തതുണ്ട്. അതെല്ലാം അന്വേഷിച്ചുകൊണ്ട് മുഴുവനും നീ വീട്ടണം. എന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് നീ മുഴുവനും വീട്ടണം. എന്റെ സമ്പത്ത് കൊണ്ട് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും നീ പറയണം, യാ മൗല സുബൈർ ഇഖ്ലിദ് ദൈന അൻഹു. നീ ചൊല്ലണം, മോനെ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ യജമാനനെ കടം വീട്ടി കൊടുക്കണേ എന്ന് നീ പ്രാർത്ഥിക്കണം. മകൻ ചോദിച്ചു, പാവമം മൗലാക്ക, നിങ്ങളെ യജമാനൻ ആരാണ്? എന്റെ യജമാനൻ അറിയില്ലേ മോനെ? അല്ലാഹ്, എന്റെ യജമാനൻ അല്ലാഹുവാൻ. അതുകൊണ്ട് നീ ദ്വാരക്കണം, എന്റെ യജമാനനായ അല്ലാഹുവിനോട് എന്റെ കടം വീട്ടാൻ വേണ്ടി നീ ദ്വാരക്കണം. എന്നിട്ട് ബാധ്യതയുള്ള ആളുകളെ മുഴുവനും വിളിച്ച് അവരുടെ ഹക്ക് നീ അങ്ങ് വീട്ടിയേക്കണം. മുഴുവനും വീട്ടിയ ശേഷമേ സ്വത്ത് വിഹിതം വെക്കാവൂ. പറഞ്ഞതുപോലെ സുബൈർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദായി. മകൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിൽ പെട്ട മഹാനല്ലേ. അവരുടെ മകൻ ഉപ്പയുടെ സ്വത്തൊന്ന് കണക്ക് കൂട്ടി.
ഉപ്പാക്ക് മദീനയിലെ ഗാബ എന്ന് പറയുന്ന ചില സ്ഥലത്ത് ചില സ്വത്തുകളുണ്ട്, കൂഫയിലും ചില സ്വത്തുകളുണ്ട്, ബസറയിലും ചില സ്വത്തുകളുണ്ട്, അങ്ങിങ്ങായി കുറെ ബിൽഡിങ്ങുകളുണ്ട്. അതെല്ലാം വില കെട്ടിയിട്ട് കടക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ശതമാനം നോക്കിയിട്ട് കടങ്ങൾ അങ്ങനെ വീട്ടുന്നു. ലക്ഷക്കണക്കിന് ബാധ്യതകളുണ്ട്, ലക്ഷക്കണക്കിന് സ്വത്തും ഉണ്ട്. ആ സ്വത്തെടുത്തിട്ട് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ദിർഹമും ദീനാറും കണക്കനുസരിച്ച് വീട്ടിൽ കൊടുക്കുന്നു. ഏകദേശം കടക്കാരൊക്കെ വന്നു പോയി എന്ന് കണ്ടപ്പോ അതാ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് അബ്ദുല്ലാഹി സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരങ്ങളും സഹോദരിമാരും കടമൊക്കെ കൊടുത്ത് വീട്ടിലെ ബാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കല്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല അതിനായിട്ടില്ല, 2 വർഷം നിങ്ങൾ എനിക്ക് വിട്ടുതരണം. എന്തിനാ 2 വർഷം? 2 വർഷക്കാലം ഇവിടെ നടക്കുന്ന മുഴുവൻ ചന്തകളിലും അനൗൺസ്മെന്റ് നടത്തിയിട്ട് ഒരാളും വന്നില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്വത്ത് നിങ്ങൾക്ക് വിഹിതം വെച്ചെടുക്കാം. ഓരോ സീസൺ കച്ചവടങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നു, മൻ കാന ലഹു അല സുബൈരി ദൈനുൻ ഫല്യഅ്തിനാ. എന്റെ വാപ്പ സുബൈർ റളിയല്ലാഹു അൻഹു ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ, ബാധ്യത വീട്ടാനുണ്ടെങ്കിൽ വന്നേക്കണേ, വീട്ടിത്തരാം. അനൗൺസ്മെന്റുകൾ പറഞ്ഞതുപോലെ നടത്തി. ഒരാളും ഇല്ലെന്ന ശരിയായ നിലക്കുള്ള ഉറപ്പ് വന്ന ശേഷമാണ് അനന്തരാവകാശികളിലേക്ക് സ്വത്ത് വിഹിതം വെച്ചു കൊടുത്തത്. അതേ ബാപ്പാന്റെ ഉമ്മാന്റെ താല്പര്യങ്ങൾ, ജീവിതത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉള്ളത് ഓർമ്മയില്ലേ? പലപ്പോഴും പലതും പറഞ്ഞത് ഓർക്കുന്നില്ലേ? അള്ളാഹു നമുക്ക് തന്ന നിയമത്തിൽ നിന്ന് ഉപ്പാന്റെ ഉമ്മാന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണം. മക്ക കാണാൻ ഉമ്മാക്ക് ആഗ്രഹമായിരുന്നു, മദീനത്ത് പോകാൻ ആഗ്രഹമായിരുന്നു. തൗഫീഖ് ലഭിക്കും മുമ്പ് തന്നെ വിട്ടുപിരിഞ്ഞു പോയി. ഉമ്മാക്ക് അതിനുള്ള സമ്പത്തൊന്നുമില്ല, ഉപ്പാക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ബാപ്പാന്റെ ആഗ്രഹമായിരുന്നു, ഉമ്മാന്റെ താല്പര്യമായിരുന്നു. മക്കൾക്ക് അല്ലാഹു അതിന് കഴിവ് കൊടുത്തിട്ട് എന്റെ ബാപ്പക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, എന്റെ ഉമ്മക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അല്ലാഹു എനിക്ക് കഴിവ് തന്നല്ലോ, ഞാനതങ്ങ് വീട്ടിയേക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ബാപ്പക്ക് ഉമ്മക്കുള്ള കടപ്പാട് വീട്ടുന്നതിൽ വലിയൊരു വിഷയം തന്നെയാണ്. വാഗ്ദത്തങ്ങൾ നിർവഹിക്കണം, വാഗ്ദാനങ്ങൾ നിറവേറ്റണം, വസിയത്തുകൾ പാലിക്കണം. വൈക്രാമു സ്വദീഖിഹിമാ, ബാപ്പാന്റെയും ഉമ്മാന്റെയും സുഹൃത്തുക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടപ്പാടുകൾ എണ്ണി പറഞ്ഞപ്പോൾ 4-മതായി പറഞ്ഞ ഒന്നാണത് ഇക്രാമു സ്വദീഖിഹിമാ. ഉപ്പാന്റെ സുഹൃത്തുക്കൾ, ഉമ്മാന്റെ സുഹൃത്തുക്കൾ. പഴയ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ നല്ലോണം നടപ്പുണ്ടായിരുന്ന ഒരു സംഗതി എന്തായിരുന്നത്? എല്ലാ വർഷവും ഓരോ വീടുകളിലും മരിച്ചുപോയ ബാപ്പാന്റെയും ഉമ്മാന്റെയും ആണ്ട് നടക്കാതിരിക്കൂല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കി. 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ബാപ്പാനും ഉമ്മാനൊക്കെ മറന്നുപോയി. പലരും അവരെ സമ്പത്തി കൊണ്ടാണ് പുഷ്കലമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഓർമ്മ ഒന്നും ഇല്ല. ആരെങ്കിലും അനൗൺസ് ചെയ്ത് കൊടുത്താലും ഓർമ്മ ഉണ്ടാവില്ല, പറഞ്ഞു ഓർമ്മിപ്പിച്ചാലും ഓർമ്മ ഉണ്ടാവില്ല. സുഹൃത്തുക്കളൊക്കെ ബാപ്പാന്റെ കൂട്ടുകാരൊക്കെ ഒന്ന് വിളിച്ച് അവരൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് ഒരു ഭക്ഷണവും കൊടുത്ത്, അങ്ങനെ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയതല്ലേ. ആടിനെ അറുത്തിട്ട് കഷ്ണാക്കിയിട്ട് ഖദീജ റളിയല്ലാഹുവിന്റെ പേരിൽ ആർക്കത് കൊടുത്തയച്ചിരുന്നത്? യുർസിലു ഇലാ സദാഇഹി ഖദീജ. ഖദീജ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരികളിലേക്കാണ് അത് കൊടുത്തയച്ചിരുന്നത്, ആ ആടിന്റെ കഷ്ണം ഇറച്ചികളൊക്കെ. അങ്ങനെ ഒരു സമ്പ്രദായം, ഒരു സുന്നത്ത് ഉണ്ട്, അത് എടുത്തു മാറ്റി പോകരുത്. അല്ലാഹു തആല നമുക്ക് തന്ന കഴിവിൽ നിന്ന് നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണത്. ബാപ്പാന്റെ സുഹൃത്താന്ന് കേൾക്കുമ്പോഴേക്ക് സ്വഹാബിമാരൊക്കെ എന്തൊരു ബഹുമാനിച്ചിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒട്ടകപ്പുറത്ത് യാത്രയാണ്. ഒരു അറാബി വടിയോരത്തുനിന്ന് കൈ ഇങ്ങനെ കാണിച്ചു, വണ്ടി നിർത്താൻ വേണ്ടി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വണ്ടി നിർത്തി. എന്തേന്ന് വെച്ചു? ഒന്നുമല്ല, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി കൈ കാണിച്ചതാന്ന് പറഞ്ഞു. അറാബിയല്ലേ, ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ, ഗ്രാമവാസിയല്ലേ, പരിഷ്കാരമൊന്നുമില്ല, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. എന്തേന്ന് വെച്ചു? ഒന്നുമില്ല, നിങ്ങളെ കാണാനൊന്ന് പരിചയം പുതുക്കാനും. എന്താ ഒരു പ്രത്യേക പരിചയം പുതുക്കല്? ഒന്നുമല്ല, നിങ്ങളെ ഉപ്പ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരനാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്താണ് ആ അറാബിയുടെ വാപ്പ എന്ന് കേൾക്കുമ്പോഴേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോളിലുണ്ടായിരുന്ന നല്ല വിലപിടിപ്പുള്ള ഒരു ഷാള് അതിങ്ങനെ ഊരിയിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ ധരിപ്പിച്ചു. അതാണ് ഇക്റാം, ബഹുമാനം, ആദരവ് എന്ന് പറഞ്ഞാൽ. ഷാള് ധരിപ്പിച്ചപ്പോൾ കണ്ടു നിൽക്കുന്ന ആൾ പറഞ്ഞു, ഇത്രയും വിലപിടിപ്പുള്ള ഷാളോ കൊടുക്കണം. അറാബിയല്ലേ, ഒരു ദൃഹം കൊടുത്താലും വലിയ സന്തോഷത്തോടെ അതിങ്ങനെ ഒരു നിധി കിട്ടിയ രൂപത്തിൽ കൊണ്ടുപോകുന്നതാണല്ലേ, 1-2 ദൃഹം കൊടുത്താൽ പോരെ. അപ്പൊ മഹാനവർകൾ പറഞ്ഞത് പോരാ, അദ്ദേഹത്തിന്റെ ഉപ്പ കാന സ്വദീഖൻ ലി അബീ, എന്റെ ഉപ്പാന്റെ സുഹൃത്തായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ സുഹൃത്തിന്റെ മോനാണത്. ആ നിലക്ക് കൊടുത്ത ആദരവാണത്. ഇക്റാമു സ്വദീഖിഹിമാ, കൂട്ടുകാരെ ബഹുമാനിക്കുക, അവരെ മക്കളെ ബഹുമാനിക്കുക. അത് ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളെ അവർക്കുള്ള ആദരവ്. ഉപ്പാന്റെ കൂടെ ഉമ്മാന്റെ കൂടെ ജോലി ചെയ്തവർ
ഒപ്പം നടന്നവർ, പല വിഷയങ്ങളിലും ഒപ്പം സംഗമിച്ചവർ, അവരോടുള്ള സ്നേഹബന്ധം നിലനിർത്തണം. അവരോടുള്ള സൗഹൃദ ബന്ധവും അവരോടുള്ള നല്ല ബന്ധങ്ങളും നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. മറ്റൊന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ബാപ്പയിലൂടെ ഉമ്മയിലൂടെ ചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ പുലർത്തണം. ഉപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള ബന്ധവും ഇന്ന മിൻ അബറിൽ ബിദ്ദി അയ്യസുലർ റജുലു വദ്ദ അബീ, ബാപ്പാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്, ഉമ്മാന്റെ കുടുംബക്കാരോട് ബന്ധം പുലർത്തുന്നത്. ബാപ്പയും ഉമ്മയും ഉണ്ടായപ്പോ അവരുടെ വയസ്സിലൂടെ ആ ബന്ധം നടന്നിരുന്നു. ഇന്നവരില്ലല്ലോ. ഇന്ന് ആ ബന്ധം ചേർക്കേണ്ടത് നമ്മളാണ്. ഉപ്പയുടെ കുടുംബക്കാരോടും ഉമ്മയുടെ കുടുംബക്കാരോടും ഒരുപക്ഷെ അവരിൽ ബാക്കിയുള്ളവർ മക്കൾ മാത്രമായിരിക്കും. അല്ലെങ്കിലോ വലിയ വലിയ കാരണവന്മാരും മുതിർന്ന ആളുകളും ഉണ്ടാകും. അവരോട് ബന്ധം പുലർത്തുന്നതും നമ്മുടെ ബാപ്പക്ക് നമ്മുടെ ഉമ്മക്ക് നമ്മൾ ചെയ്യുന്ന കടപ്പാടാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ഹക്ക് ബാക്കി നിൽക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കളല്ലാതെ മറ്റ് ആരുണ്ട്? അതുകൊണ്ടല്ലേ അള്ളാഹുവിന് പ്രഥമ സ്ഥാനം കൊടുത്തത്. ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ ഒരു സ്ഥലത്ത് മാത്രമല്ലല്ലോ, വബിൽ വാലിദൈനി ഇഹ്സാനാ. എത്ര സ്ഥലത്താണ് അള്ളാഹു തആല ഊന്നി പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ മാതാപിതാക്കൾക്കുള്ള സേവനം, അവർക്കുള്ള ഗുണം, അവർക്കുള്ള ഒത്താശ അത് ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. അത് വീട്ടേണ്ടതുപോലെ വീട്ടുമ്പോൾ ആളുകൾക്ക് വലിയ സ്ഥാനമാണ്, വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിമിഷം പോലും കണ്ടിട്ടില്ലാത്ത, ഒരൊറ്റ സെക്കൻഡ് പോലും തങ്ങളോടൊപ്പം ഒരുമിച്ച് കഴിയാൻ കഴിയാത്ത ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും സ്വഹാബത്തിനോട് കണ്ടാൽ ഇത് അർപ്പിക്കാൻ പറഞ്ഞതും ഉമ്മയോട് ചെയ്യുന്ന സേവനത്തിന്റെ ഒരു കാരണം കൊണ്ടല്ലേ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്, ലഹു വാലിദ വഹുവ ബിഹാ ബർറുൻ. നമ്മൾ ഒരാളെ പറ്റിയും ഒരാണിനെ പറ്റിയും ഒരു പെണ്ണിനെ പറ്റിയും കേട്ടതുപോലെ ഒരു വാർത്ത ഒരിക്കലും കേൾക്കരുത്. കേട്ടതുപോലെ ഒരു വിവരം കേൾക്കരുത്. ഇപ്പൊ അടുത്ത് ഒരാളെ പറ്റി ഒരു വിവരം കേട്ടപ്പോ വലിയ സങ്കടമായി. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച ആ വിഷയം പറഞ്ഞു. ഇനി മേലാല് വാപ്പാന്റെ ഉമ്മാന്റെ അങ്ങനെ വർത്താനം കേൾക്കരുത്. അതെ, നിങ്ങളെ നല്ല നല്ല സംഘടനാ പ്രവർത്തകനും നല്ല ദീനിന്റെ ഖാദിമും നല്ല ഉഷാറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ബാപ്പയായ എന്നെയും അവന്റെ ഉമ്മാനെയും ഒക്കെ നോക്കുന്നിടത്തല്ലേ ദീനീ പ്രവർത്തനം, ദീനിന്റെ ഹിദ്മത്തൊക്കെ. ഞങ്ങളെ ഒരു ഭാഗത്ത് ഒഴിവാക്കിയിട്ട് ഞങ്ങളെ വേണ്ടാത്ത രൂപത്തിലുള്ള ഒരു ദീനിന്റെ ഹിദ്മത്തോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ബാപ്പ ഒരു ഉമ്മ നമ്മളെ പറ്റി പറയുന്നൊരു വർത്താനം ഉണ്ടാകരുത്. അതിൽ ഒരു കാര്യമില്ല, ഒരു കഴമ്പില്ല, ഒരു കഴമ്പില്ല. 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് നമ്മളെ പേരിൽ നിസ്കരിച്ചു, ജനാസ നിസ്കരിച്ചു, കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ പിരിഞ്ഞു പോയത് ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തക്കേടോടാണെങ്കിൽ ഈ ജനാസ നിസ്കാരമൊക്കെ ഒരു ഭാഗത്ത് അവിടെ അങ്ങനെ കെട്ടിക്കണക്കിന് നിൽക്കും. അതിന്റെ മുമ്പ് നേടിയെടുക്കേണ്ട ഒന്നല്ലേ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തം. അതിലൊരു കുറവുണ്ടാകരുത്, സ്നേഹബന്ധത്തിലൊരു കുറവുണ്ടാകരുത്, ബഹുമാനത്തിലൊരു കുറവുണ്ടാകരുത്. ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടതുപോലെ അവരെ ബഹുമാനിക്കണം. ചില ആളുകൾക്ക് ഉപ്പാന്റെ ഒന്ന് കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യാ, ഉമ്മാനെ കൈപിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്യാ, ബാപ്പാന്റെ ഉമ്മാനെ കൈയൊന്ന് ചുംബിക്ക. അപ്പൊ അടുത്ത ആൾ ചോദിച്ചു, ഉസ്താദേ ബാപ്പാന്റെ ഉമ്മാനെ കൈ പിടിച്ച് ചുംബിക്കണോ? കഴിഞ്ഞല്ല ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോകല്ലേ? ആരാ വീട്ടിൽ ഉള്ളിൽ ആരാളുള്ളത്? ഉള്ളിൽ ഉമ്മണ്ട്, ഉമ്മാമുണ്ട്, വല്യമ്മണ്ട്. ഇവിടെ ഉമ്മാമാനോ വല്യമ്മ എന്ന് പറയില്ലേ? ഉമ്മാമുണ്ട്, അവരൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അവരൊക്കെ ഉമ്മാന്റെയും ഉമ്മാമാനെയൊക്കെ ഒന്ന് കൈ പിടിച്ചൊന്ന് മുസാഫഹത്ത് ചെയ്തൊന്ന് ചുംബിച്ചോളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, കൈ കൊടുത്ത് സലാം പറഞ്ഞാ പോരെ, ചുംബിക്കണോ? ചുംബിക്കൽ സുന്നത്തില്ലേ? ഉപ്പാനെ കൈപിടിപ്പിച്ച് ചുംബിക്കൽ സുന്നത്തില്ലേ? ഉപ്പ ആലിമുല്ലായ്മ എങ്കിലാണത് അല്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അതിന് കാരണം പറഞ്ഞത് ബിൽ വിലാദ എന്നാണ്. ജന്മം നൽകി എന്നുള്ള കാരണം കൊണ്ടാണ് ആ ഒരു സുന്നത്ത് അവർക്ക് നമ്മൾ നിർവഹിക്കുന്നത്. ബാപ്പ ആലിമായി എന്നുള്ള കാരണം കൊണ്ടല്ല, ഉമ്മ പണ്ഡിതയായി എന്നുള്ള കാരണം കൊണ്ടല്ല. ബാപ്പയും ഉമ്മയും നമുക്ക് ജന്മം നൽകി എന്നുള്ള നിലക്ക് നമ്മോട് നമുക്ക് അവർക്കുള്ള ബഹുമാനം ചെറുതല്ല, വലിയ ബഹുമാനമാണ്. എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നത്? ബാപ്പക്കും ഉമ്മക്കും നമ്മളെക്കാൾ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാ? അല്ലല്ല, ഒരു വിവരവും ഇല്ലാന്ന് കുട്ടിക്കോളൂ, സാങ്കേതിക സാമൂഹിക ഒരു വിദ്യാഭ്യാസം ഇല്ലാന്ന് കുട്ടിക്കോളൂ. ഉപ്പാനെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം, ഇരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മാനെ കാണുമ്പോഴും ഉമ്മ അങ്ങനെ വരുമ്പോ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണം, സുന്നത്തല്ലേ? അവരെ ഇൽമു നോക്കിയിട്ടാണോ? അല്ല. അമല് നോക്കിയിട്ടാണോ? അല്ല. ആ
നിലക്ക് സഹോദരങ്ങളെ ബഹുമാനം അർഹിക്കേണ്ട രൂപത്തിൽ അവർക്ക് നൽകണം, ഒത്താശകൾ അവർക്ക് നൽകി ചെയ്യണം, അവരുടെ പൊരുത്തം വാങ്ങണം, അവരുടെ സന്തോഷമുള്ള ദുആ കൈപ്പറ്റണം. റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ പൊരുത്തവും സന്തോഷവും നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷം എണ്ണി പറഞ്ഞില്ലേ, കുടുംബക്കാരോടും സ്നേഹബന്ധം നിലനിർത്തണം. അത് വലിയ ഒരു സംഗതിയാണ്. കുടുംബക്കാരോടുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നത് വലിയ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മാനസിക സമാധാനത്തിനും വലിയൊരു മാർഗമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബന്ധം നിലനിർത്തുന്നതിന്റെ മഹത്വം പഠിപ്പിച്ചപ്പോ തങ്ങൾ പറഞ്ഞില്ലേ, ലൈസൽ വാസിലു ബിൽ മുകാഫി, യഥാർത്ഥ ബന്ധം പുലർത്തുന്നവൻ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നതിനു പകരം തിരിച്ച് അങ്ങോട്ടും കൊടുത്തിട്ട് സന്തോഷിപ്പിക്കുന്ന ആളല്ല യഥാർത്ഥ ബന്ധു. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിയതു റഹ്മുഹു വസലഹാ, എപ്പോഴെങ്കിലും ബന്ധം മുറിയാനായ എന്തെങ്കിലും വാക്കുകൾ വന്നാൽ, എന്തെങ്കിലും പ്രവർത്തികൾ വന്നാൽ അത് പൊരുത്തപ്പെട്ടിട്ട് ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവരാണ്. ആ മുറിഞ്ഞ ബന്ധം അങ്ങനെ തന്നെ മുറിഞ്ഞ രീതിയിൽ അവസാനിപ്പിക്കുകയല്ല, മുറിഞ്ഞ വിള്ളൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. എന്റെ ഭാഗത്തുനിന്നൊരു വാക്ക് അറിയാതെ ഏറെ വന്നുപോയി, മാപ്പാക്കണം, നിങ്ങൾ പൊരുത്തപ്പെടണം, നിങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം മുറിയാൻ പാടില്ല, അതിനൊരു കുറവും വരാൻ പാടില്ല എന്ന രീതിയിലാകണം ബന്ധം കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും വലിയ സങ്കടം വന്ന ഒരു സന്ദർഭമല്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മുനാഫിഖുകൾ തൊടുത്തുവിട്ട ആരോപണത്തിൽ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ചെലവിൽ കഴിയുന്ന സ്വന്തം ഉമ്മാന്റെ സഹോദരിയുടെ മകൻ മിസ്തഹ് ഇബ്നു ഉസാസ് റളിയല്ലാഹു അൻഹു അതിൽ കുടുങ്ങി. എങ്ങനെ കുടുങ്ങി? മുനാഫിഖുകൾ പരസ്പരം പറയുമ്പോ ഏറ്റു പറഞ്ഞിട്ടില്ല, ആ പറയുന്നത് കേട്ടൊന്ന് ചിരിച്ചതാണ്. ചിരിച്ച ആളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ഹദ്ദ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ആളെ പറഞ്ഞാൽ 80 അടിയാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയെ പറഞ്ഞതിൽ കൂട്ടപ്പെട്ട മെമ്പർ ആയതുകൊണ്ട് 160 അടിയാണ് ശിക്ഷയായി. അങ്ങനെയാണ് കിട്ടിയത്. ആ നിലക്ക് മിസ്തഹ് റളിയല്ലാഹു അൻഹു അവർക്ക് സ്വന്തം വീടില്ല, സിദ്ദീഖ് തങ്ങളെ വീട്ടിലാ കഴിയുന്നത്. സ്വന്തം തൊഴിൽ മാർഗമില്ല, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചെലവിലാണ് മിസ്തഹ് റളിയല്ലാഹുവിനും ഉമ്മയും കഴിയുന്നത്. അവരതിൽ പെട്ടു എന്ന സങ്കടം വന്നപ്പോ സിദ്ദീഖ് തങ്ങൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മിസ്തഹേ, നിങ്ങളും നിങ്ങളെ ഉമ്മയും ഇനി ഇവിടെ താമസിക്കണ്ട, നിങ്ങൾ പോയിക്കോളൂ. എന്നെ സങ്കടപ്പെടുത്തുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു വിഷയം മുനാഫിഖുകൾ തൊടുത്തു വിട്ടപ്പോ നിങ്ങൾ അതിൽ കുടുങ്ങിപ്പോയില്ലേ? മിസ്തഹ് റളിയല്ലാഹുവിനെയും മാതാവിനെയും ഇറക്കി വിട്ടപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി തങ്ങൾക്ക് നിർദ്ദേശം നൽകി, സിദ്ദീഖ് തങ്ങളെ വിളിച്ചൊന്ന് ഓതി കൊടുക്കൂ. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ അയ്യുതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽഅഫു വൽസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ആയത്ത് ഓതി കൊടുത്തു. എന്താണ് ആയത്തിന്റെ അർത്ഥം, ആയത്തിന്റെ ഉദ്ദേശം? വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅ, നിങ്ങളിൽ നിന്ന് ഒരുപാട് മഹത്വമുடைய ആളുകൾ. പറഞ്ഞാൽ ഒരു ദിവസം 2 ദിവസവും 10 ദിവസവും പറയാനല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വമുള്ളത്. അത്രയും 8 മഹത്വങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? അങ്ങനെ മഹത്വമുള്ളവർ, വസ്സഅതി സാമ്പത്തിക വിശാലതയുള്ളവർ ഒരിക്കലും സത്യം ചെയ്തേക്കരുത്. അയ്യൂതു ഉലിൽ ഖുർബാ, കുടുംബക്കാർക്ക് ഇനി ഒന്നും കൊടുക്കൂല. വൽ മസാകീന, മിസ്കീന്മാർക്കൊന്നും കൊടുക്കൂല. വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ വന്നവർക്കൊന്നും കൊടുക്കൂല. 3 വിശേഷണവും മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. മഹാനവർകൾ മുഹാജിറാണ്, അതുപോലെ തന്നെ മിസ്കീനാണ്, കുടുംബക്കാരനുമാണ്. പിന്നെന്ത് ചെയ്യണം? എന്തെങ്കിലും വാക്കോ പ്രവർത്തനങ്ങളോ അബദ്ധമായി സംഭവിച്ചെങ്കിൽ വൽഅഫു വൽസ്ഫഹു, വിട്ടുവീഴ്ച ചെയ്യണേ. ആ വിഷയം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റിക്കളയണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്കും അല്ലാഹു മാപ്പ് തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ആ ഒരു ചോദ്യം കേട്ട ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ബലാ ഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലീ, അല്ലാഹു എനിക്ക് മാപ്പാക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു നബിയേ. പറഞ്ഞയച്ചവരെ തിരിച്ചു വിളിക്കാം. മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ കെട്ടും പാണ്ടവും എടുത്തതാ യാത്ര തുടങ്ങുന്നുണ്ട്. കുറച്ച് നടന്നങ്ങ് നീങ്ങിയിട്ടുണ്ട്. മിസ്തഹ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുന്നു, നിങ്ങൾ പോകരുത്, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് തന്നെ വരണം. ഉമ്മാനെയും കൊണ്ടുവരുന്നു, വീട്ടിൽ പാർപ്പിക്കുന്നു. ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾ പോയിക്കൂടാ, ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഞാൻ നിങ്ങളുമായുള്ള ബന്ധങ്ങളോ മറ്റോ ഒന്നും മുറിക്കുന്നില്ല, നിങ്ങൾക്കുള്ള ചെലവും കുറക്കുന്നില്ല. നേരത്തെ തന്നതിനേക്കാളും ഇരട്ടിയായി ചെലവ് ഇനി നിങ്ങൾക്ക് തരാൻ തീരുമാനിച്ചു. ഓ,
ഓ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ബന്ധം മുറിഞ്ഞത് എന്റെ വാക്കുകൊണ്ടാണോ ഒരു ബന്ധം മുറിഞ്ഞത്? ഞാനാണത് പോയി നേരെയാക്കേണ്ടത്. പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളെ വാക്കുകൊണ്ടാണോ സ്വന്തം സഹോദരി വീട്ടിൽ വരാത്തത്, അല്ലെങ്കിൽ മറ്റൊരു കുടുംബക്കാര് വീട്ടിൽ വരാത്തത്? അവരെ കണ്ട് പൊരുത്തപ്പെടിച്ച് അവരെ മനസ്സിൽ നിന്ന് കറമാറ്റിയിട്ട് അവർ ഇനിയും വീട്ടിൽ വരണം, ബന്ധങ്ങൾ തുടരണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹബന്ധം പുലർത്തുന്ന ആള്. കല്യാണത്തിന് കൊണ്ടുപോയി കവർ കൊടുത്തിട്ട് ചോറ് വേയിച്ച് വരുന്ന ആള് മാത്രമല്ല, പൊരക്കൂടൽ ഉണ്ടാകുമ്പോ എന്തെങ്കിലും ഓഹരികൾ, എന്തെങ്കിലും കട്ടിലോ ഫർണിച്ചറോ കൊണ്ടുപോയെടുത്ത് എന്റെ വകയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാനാകരുത്. വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖുതിഅതു റഹിമുഹു വസലഹാ. എപ്പോഴെങ്കിലും ബന്ധവിച്ഛേദനം വരുമ്പോ അത് ചേർത്തിയിട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ ബന്ധം പുലർത്തുന്നവൻ. ആ രീതിയിലാണ് ബന്ധം പുലർത്തേണ്ടത്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. സഹാബിമാരൊക്കെ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ വിശാലത. ഒരായത്തിന്റെ ഭാഗം കൊണ്ട് കേൾക്കുമ്പോഴേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഇനി അവിടെ താമസിക്കാൻ നേരല്ല, ഇനി ചിന്തിക്കാൻ നേരല്ല, ഓടിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉമ്മാനെയും തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ച്, ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നിങ്ങൾക്കുള്ള ചെലവ് ഞാൻ ചുരുക്കാൻ പാടില്ല, നിങ്ങൾ ഈ വീട്ടിൽ തന്നെ കൂടണം, ഇവിടെ തന്നെ താമസിക്കണം. സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമാണത്, എന്തൊരു ബന്ധമാണത്. കുടുംബക്കാരോട് സ്നേഹബന്ധം പുലർത്തണം, അനാഥകളോട് സ്നേഹബന്ധം പുലർത്തണം, മിസ്കീന്മാരോട് സ്നേഹബന്ധം പുലർത്തണം. നാട്ടിൽ മിസ്കീന്മാരായിട്ട് പലരുണ്ടാകും. മിസ്കീന്മാരെ ഒന്നും കണ്ടില്ല എന്ന് വെക്കരുത്. മിസ്കീന്മാർക്ക് സേവനം ചെയ്യണം, മിസ്കീന്മാർക്ക് ഒത്താശ ചെയ്യണം. അഗതികളായ സാധുക്കളായ ആളുകൾ നമ്മുടെ പരിചയത്തിലുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും മിസ്കീന്മാർ. ആ മിസ്കീന്മാരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട ബഹുമാനങ്ങൾ നൽകണം, സുബ്ഹാനല്ലാഹ് ഒത്താശകൾ ചെയ്യണം. ഉമ്മമാരെ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അല്ലാഹു തആല ഏറ്റവും വലിയ ഐശ്വര്യം തന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ്. തങ്ങൾ വഫാത്തായ ശേഷം കിട്ടിയ ഐശ്വര്യത്തിന് കണക്കില്ല. ഏത് സ്വഹാബി കച്ചവടം ചെയ്താലും കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽ പടിക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും, ഉമ്മാ എടുത്തോളൂ, കച്ചവടം കഴിഞ്ഞ് വരികയാണ്, ലാഭത്തിൽ നിന്ന് നല്ലൊരു വിഹിതം ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥിരമായി ചെയ്യുന്ന സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ചെറിയ സമ്പത്തുള്ള ആളല്ലല്ലോ, പക്ഷേ കച്ചവടം ചെയ്തിട്ട് ഓരോ ആഴ്ചയിലും നല്ലൊരു ലാഭത്തിന്റെ വിഹിതം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വാതിൽ പടിക്കൽ കൊണ്ടുവന്ന് വെച്ച് അവരോടത് എടുക്കാൻ വേണ്ടി പറയുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത് എന്നറിയില്ലേ? ബാക്കി നമ്മുടെ ഉമ്മമാരെന്താ ചെയ്തത് എന്നറിയില്ലേ? ആ കിട്ടിയ സമ്പത്തിൽ നിന്ന് അവർക്ക് വേണ്ടി 1 or 2 ദിർഹമോ സൂക്ഷിച്ചു വെച്ച് ബാക്കിയുള്ളത് അപ്പോൾ തന്നെ സാധാരണ ലിസ്റ്റിൽ എഴുതപ്പെട്ട മിസ്കീന്മാരിലേക്ക് വിവരം അറിയിച്ച് വിതരണം ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്. മിസ്കീന്മാരെ സ്നേഹിക്കുന്നത് അസ്സായി അലൽ അർമലതി വൽ മിസ്കീനി കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ട ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ, മിസ്കീന്മാർക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെയല്ലേ? ചെറിയ പ്രതിഫലമല്ലല്ലോ ഉള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞില്ലേ, കൽ ഖായിമിൽ ലദീ ലാ യഫ്തുറു വകസ്സായിമിൽ ലദീ ലാ യഫ്തുറു. എന്നും പകല് നോമ്പ് നോൽക്കുന്ന നോമ്പുകാരനെ പോലെയാണ്, രാത്രി മുഴുവനും ക്ഷീണമില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരക്കാരനെ പോലെയാണ്. പാവങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ട് അവരെ സഹായിക്കുന്നവർ. നമ്മുടെ അയൽവാസികൾ പാവങ്ങളുണ്ടോ ഉമ്മമാരെ? പരിഗണിക്കാതെ വിട്ടേക്കല്ല. നമ്മുടെ കുടുംബങ്ങളിൽ മിസ്കീന്മാരില്ലേ? അയൽക്കാരിൽ മിസ്കീന്മാരില്ലേ? നാട്ടുകാരിൽ മിസ്കീന്മാരില്ലേ? നമ്മളെ പോലെ ഗതിയെത്താത്തവരില്ലേ? അവർക്കും വേണ്ടേ ജീവിതത്തിൽ പല സന്തോഷങ്ങളും. അവർക്കുള്ള സന്തോഷങ്ങൾക്ക് കാരണമായിട്ടാകണം അള്ളാഹു നമുക്ക് ഖൈർ തന്നത്. അവർക്കുള്ള സന്തോഷത്തിന് കാരണമായിട്ടാകണം അള്ളാഹ് നമുക്ക് ഖിന തന്നത്. നമ്മളെ കൊണ്ട് അവർക്കൊരു സന്തോഷം, അവർക്കൊരു സമാധാനം അത് ഉണ്ടാകണേ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഒരു ദിവസം അതാ ഒരാൾ ഹദിയ കൊണ്ടുവന്ന് കൊടുക്കുന്നു. 2 ചാക്ക് നിറയെ അതിൽ ദിർഹമുണ്ട്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, നാളെ മറ്റന്നാളൊക്കെ വലുള്ളതാണ്. ഈ ഒരു സംഭവം കൂടി ഉദ്ധരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഓതി ആയത്ത് മുഴുവനും വിശദീകരിക്കാൻ സമയമല്ല, അത് പിന്നെയുള്ള സമയങ്ങളിൽ നാളെ മറ്റന്നാളും 3 ദിവസം ഈ പരിപാടി 3 ദിവസം ബഹുമാനപ്പെട്ട ശൈഖുന പേരോട് ഉസ്താദ് നല്ല നസീഹത്ത് നൽകി ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കും. അല്ലാഹു തആല ഇതിൽ സംബന്ധിക്കാനൊക്കെ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് അവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് 2 ചാക്ക് നിറയെ ദിർഹം കൊണ്ടുവന്ന് കൊടുത്ത ഒരാൾ, സംഭാവന ഉണ്ടെന്ന് നിർത്താം, 2 ചാക്കിൽ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ തന്നെ 2 ചാക്ക്
ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ആയിഷ ബീവിയെ സഹായിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയോട് മോളെ ഈ 2 ചാക്കിലുള്ളത് ഒന്ന് നീ എണ്ണി നോക്കുമെന്ന് പറഞ്ഞു. എണ്ണി നോക്കിയപ്പോ എത്ര ഉണ്ടെന്ന് അറിയാം? സുബ്ഹാനല്ലാഹ്, 1,80,000 ദിർഹം. കുറച്ചൊന്നല്ല, 1,80,000 ദിർഹം. ആയിഷ റളിയല്ലാഹു അൻഹ ലിസ്റ്റ് കൊടുക്കുന്നു. സാധാരണ വിളിക്കുന്ന മിസ്കീന്മാര്, കടബാധ്യതയുള്ളവര്, യതീമുകള്, അതുപോലെ തന്നെ മുഹാജിരീങ്ങളിൽപ്പെട്ട ഫുഖറാ, അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അവരോടൊക്കെ വരാൻ പറയൂ എന്ന് പറയുന്നു. അവരെല്ലാവരെയും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്തേക്ക് വിളിപ്പിക്കുന്നു. 1,80,000 ദിർഹം. ആ വീട്ടിലെത്തുന്നത് സഹോദരങ്ങളെ ളുഹറിന്റെ തൊട്ടു മുമ്പാണ്. നമ്മൾ ആലോചിക്കണം, അവരൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്തത്, അതിന്റെ ഒരു ചെറിയ തരി ചെയ്യാനായാൽ നമ്മൾ ഭാഗ്യവാന്മാരായി. അതിനൊക്കെ നമുക്ക് കഴിയില്ല, അവരോളം എത്താൻ നമുക്ക് ആകൂല. ഒരു ദിവസത്തേതാണ് ഞാൻ ഈ പറയുന്നത്, ഹദീസിലുള്ളത്. 40 വർഷത്തെ ജീവിതത്തിലുള്ളതല്ല, ഒരൊറ്റ ദിവസത്തെ സംഭവമാണ് പറയുന്നത്. അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോ ആ പണിക്കാരിയായ പെൺകുട്ടി വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ 2 ദിർഹം തരുമോ? എന്തിനാ മോളെ 2 ദിർഹം? നിങ്ങൾക്ക് നോമ്പല്ലേ, സുന്നത്ത് നോമ്പാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്, റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് ലഹ്മ വാങ്ങാനാണ്, ഇറച്ചി വാങ്ങാനാണ്, മാംസം വാങ്ങാനാണ്. 2 ദിർഹം തരുമോ? ആയിഷ ഉമ്മയുടെ മറുപടി എന്താണെന്നറിയോ? കുറച്ച് നേരത്തെ പറയണ്ടേ മോളെ, കൊടുക്കുമ്പോ എന്റെ മനസ്സിലുള്ളത് ഒറ്റൊന്നും ബാക്കിയായി കൂടാനാണ്, മുഴുവനും കൊടുത്തു തീർത്തുപോയി. 1,80,000 ദിർഹം ഒരു ദിവസത്തെ 2 വക്തിന് ഇടയിൽ. സുബ്ഹാനല്ലാഹ്, മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവ് ചെയ്തു പോയി. എത്രയാണ് അവർ പാവങ്ങൾക്ക് വേണ്ടി, മിസ്കീന്മാർക്ക് വേണ്ടി, യതീമുകൾക്ക് വേണ്ടി അധ്വാനിച്ചതും കൊടുത്തതും പ്രവർത്തിച്ചതും. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് തന്നതിൽ നിന്ന് അവർക്കൊക്കെയുള്ള ഹക്കും വീട്ടിയിട്ട് സ്വാലിഹീങ്ങളിൽ ചേരണം. അല്ലാഹുവിനോടുള്ള ഹക്കും, അതേ ബാധ്യതയായിട്ടുള്ള ആയത്തിൽ നേരത്തെ എണ്ണിപ്പറഞ്ഞ ആളുകളോടുള്ള ബാധ്യതയും അത് നിറവേറ്റിയിട്ട് സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് പറ്റുന്ന രീതിയിൽ ജീവിതം ക്രമീകരിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാര്, നേതാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും, ഉമ്മമാര്, പെങ്ങന്മാര്, ചെറുപ്പക്കാരികൾ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.